ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं ശങ്കരം ലോകശങ്കരം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 6-ാം അധ്യായം ആണ് നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. രസകരമായിട്ട് പറയാൻ പറ്റുന്ന ഒരു അധ്യായമല്ല. വളരെ വിചാരം ചെയ്ത് മനസ്സിലാക്കേണ്ടുന്ന, അതുപോലെ പ്രാക്ടീസ് ചെയ്യേണ്ടുന്ന ആശയമാണ് 6-ാം അധ്യായം. ധ്യാനയോഗം എന്ന പേരിലും അഭ്യാസയോഗം എന്ന പേരിലൊക്കെ പ്രസിദ്ധമായിട്ടുള്ള അധ്യായം ആധ്യാത്മിക സാധകന്മാർക്ക് എപ്പോഴും താങ്ങായി നിലനിൽക്കുന്ന ചാപ്റ്ററാണ്. ഇരുപത്തിയഞ്ചാം ശ്ലോകം വരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? 25 നേരത്തെ സ്വാമിനി അമ്മ 25-ാം ശ്ലോകത്തിൽ ശനൈ ശനൈ രൂപരമേത് എന്ന് പറയുന്നുണ്ട്. ശനൈ ശനൈ രൂപരമേത്, പതുക്കെ പതുക്കെ ഉപരമിക്കണം. ഉപരമിക്കുക എന്ന് പറഞ്ഞാൽ പിന്തിരിയുക എന്നർത്ഥം. രമിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പ്രവർത്തിക്കുക. ഉപരമിക്കുക എന്ന് പറഞ്ഞാൽ നിന്നും നിവർത്തിക്കുക. വേദാന്ത ഭാഷയിൽ പറഞ്ഞാൽ ഗുരു ശാസ്ത്ര സാധനകളിൽ രമിക്കുമ്പോൾ ബാഹ്യ വിഷയം, അതായത് നമുക്ക് ഗുണം ചെയ്യാത്ത വിഷയങ്ങളിൽ നിന്നും നമുക്ക് ഉപരമിക്കാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാത്തിൽ നിന്നും ഉപരമിക്കുക എന്നുള്ളതല്ല, നമ്മളെ ഈശ്വരീയ മാർഗങ്ങളിൽ നിന്നും വ്യതിചലിപ്പിക്കുന്ന ഏതൊക്കെ വിഷയങ്ങളുണ്ടോ അവയിൽ നിന്നാണ് നമ്മൾ പതിയെ പതിയെ ഉപരമിക്കേണ്ടത്. മനസ്സിന് ആലംബനം കൂടിയേ പറ്റൂ. ആലംബനമില്ലാതെ മനസ്സ് നിൽക്കില്ല. അതുകൊണ്ട് ശ്രേഷ്ഠമായ ആലംബനത്തെ സ്വീകരിക്കുന്ന മനസ്സ് ശക്തിയുള്ളതായിത്തീരും. ആലംബനത്തെ സ്വീകരിക്കാതെ നമ്മൾ ഞാൻ അത് ഒഴിവാക്കി ഇത് ഒഴിവാക്കി എന്ന് പറഞ്ഞ് ഫ്രീ ആയി നിന്ന് കഴിഞ്ഞാൽ അത് അബദ്ധത്തിലേക്ക് പോകും. മനസ്സൊരു മടിയനാണ്, മനസ്സൊരു ഇഷ്ടമോഹിയാണ്. മടിയനും ഇഷ്ടമോഹിയുമാണ് മനസ്സ്. ഇഷ്ടമുള്ളത് എല്ലാം നമുക്ക് വേണ്ടതായിക്കൊള്ളണമെന്നില്ല. വേണ്ടതിൽ പക്ഷേ മടി പ്രവർത്തിക്കുകയുമില്ല. ഇതെല്ലാവർക്കും അനുഭവമുള്ള കാര്യമായിരിക്കും. അതുകൊണ്ട് മനസ്സറിയാതെ മനസ്സിനെ എന്താ പറയുക, കൂടുതൽ ബലം പ്രയോഗിക്കാതെ മനസ്സിനെ സാധനാ വിഷയത്തിലും അധ്യാത്മ വിഷയത്തിലും പ്രേരിപ്പിക്കാൻ കഴിയുന്ന ഒരു ബുദ്ധി നാം വളർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. ഈ ഒരു 6-ാം അധ്യായം യോഗ ദർശനത്തിൻ്റെ കാര്യങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. 2-ാം അധ്യായം ജ്ഞാനം പരിചയപ്പെടുത്തി. 3-ാം അധ്യായം കർമ്മത്തെ യോഗമാക്കുന്നത് പരിചയപ്പെടുത്തി.
4ഉം 5ഉം അധ്യായങ്ങൾ ഭഗവത്ഗീതയിൽ അതിന് സപ്പോർട്ടീവായിട്ട് എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് നീങ്ങേണ്ടത് എന്ന് നമ്മെ പഠിപ്പിച്ചു. 6ാം അധ്യായം വാസ്തവത്തിൽ കുറച്ചുകൂടെ സൂക്ഷ്മമായ അധ്യാത്മ സാധന വിഷയത്തെയാണ് അനുസന്ധാനം ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. കൂടുതൽ വേദാന്തവുമായി ഈ ഒരു 6ാം അധ്യായത്തെ യോജിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഭഗവത്ഗീതയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഭഗവത്ഗീതയിൽ എല്ലാ മാർഗങ്ങളെയും വേദാന്തവുമായി യോജിപ്പിച്ചുകൊണ്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉപദേശിച്ചത്. ശങ്കരാചാര്യസ്വാമികളും അതുപോലെയുള്ള മറ്റ് പ്രാചീനങ്ങളായ ആചാര്യന്മാരെല്ലാവരും ഈ രീതിയിൽ തന്നെയാണ് 6ാം അധ്യായത്തെന്ന് മാത്രമല്ല എല്ലാ അധ്യായങ്ങളെയും വ്യാഖ്യാനിച്ചിട്ടുള്ളത്. സന്യാസ പാരമ്പര്യത്തിലുള്ള വേദാന്തം മുറുകെ പിടിച്ച ശങ്കര സമ്പ്രദായത്തിലുള്ള ഏറെക്കുറെ ആചാര്യന്മാരെല്ലാവരും ഭഗവത്ഗീതയെ വേദാന്തത്തിൻ്റെ രീതിയിലാണ് വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഭാഷ്യം സ്വാമിജിയെ നിങ്ങൾ ഫോളോ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ശ്രദ്ധായുക്തമായ ചിന്തകൾ സംഭവിക്കട്ടെ. നമ്മൾക്കെന്തായാലും ഈ ശനൈരുപരമേതെന്ന് പറഞ്ഞ് നമ്മൾ ഉപരമിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും മനസ്സ് കൂടുതൽ നമ്മളെ ബുദ്ധിമുട്ടാക്കുമെന്ന് നമുക്കറിയാം. മനസ്സിനെന്ന് മാത്രമല്ല, എന്ത് കാര്യത്തിനെയും നമ്മൾ നിയന്ത്രിക്കുകയും പിൻവലിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് കൂടുതൽ പ്രവർത്തിക്കാനുള്ള ഒരു ശക്തി അതിൻ്റെ ഉള്ളിൽ നിന്നും ഉണ്ടാവും. അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. മനസ്സായിക്കോട്ടെ ബുദ്ധിയായിക്കോട്ടെ ഒക്കെ ചിച്ഛക്തിയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗങ്ങളാണ്. 26ാമത്തെ ശ്ലോകം യതോ യതോ നിശ്ചരതി മനശ്ചഞ്ചലമസ്ഥിരം തതസ്തതോ നിയമ്യൈതത് ആത്മന്യേവ വശം നയേത്. യതോ യതോ നിശ്ചരതി മനശ്ചഞ്ചലമസ്ഥിരം തതസ്തതോ നിയമ്യൈതത് ആത്മന്യേവ വശം നയേത്. യതഃ യതഃ നിശ്ചരതി മനഃ ചഞ്ചലം അസ്ഥിരം തതഃ തതഃ നിയമ്യ ഏതത് ആത്മനി ഏവ വശം നയേത്. ഇങ്ങനെയാണ് അത് മുറിച്ച് വായിക്കേണ്ടത്. അർത്ഥം മനസ്സിലാക്കുന്ന രീതിയിൽ സംസ്കൃത ശ്ലോകത്തെ നമ്മൾ മാറ്റി പറയണമെങ്കിൽ മാറ്റി പറയുന്നതിനെയാണ് അന്വയം എന്ന് പറയുക. മുറിച്ച് വായിക്കുന്നതിന് പദച്ഛേദം. അല്ലേ? അന്വയം എന്ന് പറഞ്ഞാൽ ഏത് ഭാഷക്കാരാണോ അവരുടെ ഭാഷയിലേക്ക് ശ്ലോകത്തെ പറയുന്ന രീതിയാണ് അന്വയം. ഇല്ലേ? ഞാൻ പോകുന്നു, ഞാൻ സ്കൂളിലേക്ക് പോകുന്നു എന്ന് മലയാളത്തിൽ, ഞാൻ പോകുന്നു സ്കൂളിലേക്ക് എന്ന് ഇംഗ്ലീഷിൽ. അല്ലേ? സംസ്കൃത ഭാഷയിൽ, ഭാരതീയ ഭാഷകളിലൊക്കെ ഈ സ്ട്രക്ചറിനനുസരിച്ചല്ല അർത്ഥം പറയുന്നത്. ഇംഗ്ലീഷ് ഭാഷ സ്ട്രക്ചറൈസ്ഡ് ആണ്. സ്ട്രക്ചർ മാറിയാൽ അർത്ഥം മാറി. അതുകൊണ്ടാണ് കവികൾ എങ്ങനെ പാടിയാലും നമുക്ക് മനസ്സിലാവുന്നത്. പോകുന്നു ഞാൻ വീട്ടിലേക്ക് എന്ന് പറഞ്ഞാലും, വീട്ടിലേക്കു ഞാൻ പോകുന്നു എന്ന് പറഞ്ഞാലും, ഞാൻ പോകുന്നു വീട്ടിലേക്ക് എന്ന് പറഞ്ഞാലും നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ ഇംഗ്ലീഷുകാരൻ്റെ അടുത്ത് പോയി പറഞ്ഞാൽ അവന് ഭ്രാന്താവും ചിലപ്പോൾ. അതുകൊണ്ട് തന്നെ സംസ്കൃത ശ്ലോകങ്ങളെ നമ്മൾ ഒരു
പദ്യം എന്നുള്ളതിനെ ഗദ്യമാക്കി പറയുന്നതിനെയാണ് ഈ അന്വയം എന്ന് പറയുന്നത്. അന്വയം എന്ന് പറഞ്ഞാൽ നാമം, ക്രിയ, കർത്താവ്, കർമ്മം, ക്രിയ, ഈ രീതിയിൽ ശ്ലോകങ്ങളെ റീസ്ട്രക്ചർ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുക, അന്വയിക്കുക എന്ന് പറയാം. ഇവിടെ മനസ്സ് ചഞ്ചലമാണ്, അസ്ഥിരമാണ്. അത് കാണുന്നില്ല അവിടെ? ആ പുസ്തകം നോക്കൂ. മനസ്സ് ചഞ്ചലവുമാണ്, അസ്ഥിരവുമാണ്. അതെവിടെയാ? മനസ് ചഞ്ചലം അസ്ഥിരം. അപ്പം ചഞ്ചലവും അസ്ഥിരവുമായ മനസ്സ് യതഹ യതഹ നിശ്ചരതി. ചഞ്ചലവും അസ്ഥിരവുമായ മനസ്സ് യതഹ യതഹ നിശ്ചരതി. ഇതാണ് അന്വയം. ഇത് മനസ്സിലായോ? അപ്പം നോക്കൂ, യതഹ, ഇതിൽ നിന്നൊക്കെ, എന്തൊക്കെ കാരണങ്ങളെ കൊണ്ട് എന്ന് രണ്ടർത്ഥവും പറയാം. അപ്പം എവിടെ നിന്നൊക്കെ മനസ്സ് ഏതൊക്കെ കാരണങ്ങളോട് മനസ്സ് നമ്മൾ നിയമിക്കാൻ ശ്രമിക്കുന്ന മനസ്സ് നിശ്ചരതി, ചാടിപ്പോകുന്നു. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അത് ഒരിടത്ത് അടങ്ങിയിരിക്കുന്നില്ലയോ? അടുത്തത് നോക്കൂ, തതഹ തതഹ ഏതത് ഏതത് മനഃ. കണ്ടോ അവിടെ ഒരു ഏതത് കണ്ടോ? ആത്മനി കണ്ടോ അവിടെ? അതിൻ്റെ മുമ്പ് ഏതത് കണ്ടോ? നിയമ്യതത്, ഏതത് ഏതത് എന്ന് പറഞ്ഞാൽ അവിടെ മനസ്സ്. ഏതത് തതഹ തതഹ നിയമ്യ ആത്മനി ഏവ വശം നയേത്. ഇതാണ് രണ്ടാമത്തെ പാദം. അപ്പം അതെങ്ങനെ വായിക്കും അന്വയിച്ചിട്ട്? ചഞ്ചലം അസ്ഥിരം മനഃ യതഹ യതഹ നിശ്ചരതി തതഹ തതഹ ഏതത് നിയമ്യ ആത്മനി ഏവ വശം നയേത്. വ്യക്തമായോ? കുറച്ച് പേർക്കെങ്കിലും മതി. ഇത് പ്രാക്ടീസ് ചെയ്താൽ നമുക്കെല്ലാവർക്കും സിമ്പിളായിട്ട് പിന്നെ മുന്നോട്ട് ഇങ്ങനെ ഒരു ശ്ലോകം കാണുമ്പോൾ നമ്മൾ അതിൻ്റെ വെർബ്, ക്രിയ എവിടെയെന്ന് നോക്കുക. അപ്പോൾ വെർബിന് ബഹുവചനാണോ, ഏകവചനാണോ, ഉത്തമ പുരുഷനാണോ, മധ്യമ പുരുഷനാണോ നോക്കിയിട്ട് അത്തരത്തിൽ സമാനമായ ഒരു കർത്താവ് അവിടെ ഉണ്ടെങ്കിൽ അതിനെ കൊണ്ട് ആദ്യം വയ്ക്കുക. എന്നിട്ട് ഈ കർത്താവും ഈ ക്രിയയും തമ്മിൽ ഏതൊക്കെ രീതിയിലാണോ ബന്ധപ്പെട്ടിരിക്കുന്നത് അതിനെയൊക്കെ നടുക്ക് വെച്ചു കൊടുക്കുക. ആദ്യമൊന്നും ശരിയാവില്ല, പിന്നെ കാലക്രമേണ ശരിയാവും. ശരി. നിശ്ചരതി എന്ന് പറഞ്ഞാൽ ബഹിർഗച്ഛതി എന്നർത്ഥം. നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് മറ്റൊരിടത്തേക്ക് പോവുക. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ കൈയും കാലും ഒന്നും അല്ല, മനസ്സെങ്കിലുമാണ് എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടതിരിക്കുന്നു. എന്താണ് അല്ലേ? മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മിനിമം എന്താണ്? ആത്മാവാണെന്നൊക്കെ വലിയ പദങ്ങളൊക്കെ നമുക്ക് മാറ്റി വെച്ചിട്ട് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു മനസ്സാണ് എന്നെങ്കിലും നമ്മൾ തീരുമാനിച്ചെങ്കിലേ ഈ ഭാഗം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പം എനിക്കൊരു കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടെ ശരിയാവാനുണ്ട് എന്നൊക്കെ നമ്മൾ ഏതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ചിന്തിക്കുന്നത്? മനസ്സുമായിട്ടാണ്. ലോകത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടുള്ള എല്ലാ തത്വശാസ്ത്രങ്ങളും മനസ്സിനെ നേരെയാക്കാനും റെഡിയാക്കാനൊക്കെ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. എന്നാലും ഈ ശാസ്ത്രങ്ങളിലൂടെയൊന്നും മനസ്സ് ശരിയായില്ല. കാരണം മനസ്സ് ശാസ്ത്രത്തിലല്ല ഇരിക്കുന്നത്, മനസ്സ് അവനവൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അതാണ് കുഴപ്പം. ബാഹ്യമായൊരു പ്രതിഭാസമല്ല, എന്നാൽ ബാഹ്യമായൊരു സമഷ്ടി മനസ്സ് ഇവിടെ ഉണ്ട് എന്ന് നമ്മുടെ ആചാര്യന്മാർ കണ്ടെത്തുകയും അനുമാനിക്കുകയും ഒക്കെ ചെയ്തു. സമഷ്ടി മനസ്സിനോട് താതാത്മ്യം പ്രാപിക്കുന്ന ഈ വ്യഷ്ടി മനസ്സിന് അതീവ കരുത്തും വീര്യവും അല്ലെങ്കിൽ പല പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കൂ എന്നൊക്കെ ആധുനിക മോട്ടിവേഷൻ സ്പീക്കേഴ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് നമുക്ക് പ്രമാണമായി വേണമെങ്കിൽ സ്വീകരിക്കാം. മനുഷ്യൻ്റെ മനസ്സിൽ ഉള്ള ചെറിയ ചിന്തകൾ തന്നെ, അതായത് നെഗറ്റീവ്സ്, അല്ലെങ്കിൽ നമ്മളെന്താണ് അതിന് സംസ്കൃതത്തിൽ പറയുകയാണെങ്കിൽ ഋണാത്മക ചിന്തകൾ എന്ന് പറയും. എന്താണ്
അതെ അതെ, കടചിന്ത എന്നൊക്കെ പറയില്ലേ. അപ്പോൾ നെഗറ്റീവ്സ് ചെറുതാണെങ്കിലും നമ്മളുടെ അത് ഈ സാധനാ മാർഗത്തിൽ ബാധിക്കും എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് ആത്മവിശ്വാസം നൽകുന്നതാണ് ആയിരിക്കണം നമ്മുടെ വിശ്വാസം. ആത്മവിശ്വാസം നൽകുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരിടത്ത് ദയവ് ചെയ്ത് പോകാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ പരിശീലിക്കുന്ന ഒരു മാർഗം. അതിനാർക്കും പണം ചിലവൊന്നുമില്ലല്ലോ, ഉണ്ടോ? നിങ്ങൾ അവിടെ പോവൂ എന്ന് പറയാൻ കുറച്ച് പണച്ചെലവുണ്ട്. അങ്ങനത്തെ സ്ഥലങ്ങളിൽ പോണ്ട എന്ന് പറയുകയാണെങ്കിലോ എന്തെങ്കിലും ചിലവുണ്ടോ? കാരണം പണം കൊടുത്തിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചിലവാക്കിയിട്ടോ ശരീരം ബുദ്ധിമുട്ടിച്ചോ ഒക്കെ മനസ്സിൻ്റെ സന്തോഷം നഷ്ടപ്പെടുത്തുന്നത് എന്തിനാ വെറുതെ വേലി കിടക്കുന്ന പാമ്പിനെടുത്ത് തോളിലിടുന്നത് എന്ന് നമുക്ക് തോന്നും. എന്നാൽ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചാലും നമ്മൾക്കൊരു പ്രാരബ്ധം ഭുജിക്കാതെ വയ്യ എന്നുള്ളത് നഗ്നമായ ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ അനുഭവിക്കേണ്ടി വരുമ്പോൾ മനസ്സിനെ കൂടുതൽ ശക്തമാക്കാനുള്ള പരിശീലനം നാം ചെയ്തേ പറ്റൂ. ഈ പറഞ്ഞതെല്ലാം ഒരുമിച്ച് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. എന്തെങ്കിലും അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ തിരുത്തി പറയാൻ അവസരമുണ്ട്. ഞാനും ഒരു പഠിതാവാണ്. അപ്പം മനസ്സിന് നമുക്ക് 3 ഗുണങ്ങൾ ആവശ്യമുണ്ട്. ഒന്ന്, മനസ്സിന് ഒരു ഏകാഗ്രത വേണമെന്ന് പറയും. എന്താണ്? നമ്മളൊരു കാര്യം ഇപ്പോൾ ഇവിടെ തന്നെ നമ്മളിത് കേൾക്കുമ്പോൾ നമ്മളിവിടെ ഇരിക്കണില്ലെങ്കിൽ നമുക്ക് ഏകാഗ്രത അല്ല എന്നർത്ഥം. മനസ്സിനുണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ എന്ന് പറയാൻ പറ്റില്ലേ, 3 ഒന്നാമത്തേത് തന്നെയാണ്. അതിലൊന്നാണ് ഏകാഗ്രത ഉണ്ടാവണം എന്ന് പറയും. രണ്ടാമത്തേത് മനസ്സിന് ബലമുണ്ടാവണം. എന്താണ്? മൂന്നാമത്തേത് മനസ്സിന് ശുദ്ധി ഉണ്ടാവണം എന്ന് പറയും. എന്താണ്? ശുദ്ധി. ഏകാഗ്രതയും ബലവും ശുദ്ധിയും നമുക്കുണ്ടാവാനുള്ള മാർഗമാണ് മിനിമം പറഞ്ഞു കഴിഞ്ഞാൽ യോഗാഭ്യാസം. എന്താണ്? ഏത് പ്രാക്ടീസിലൂടെയും നമുക്ക് ലഭിക്കുന്ന 3 കാര്യങ്ങൾ: മനസ്സിൻ്റെ ഏകാഗ്രത, മനസ്സിൻ്റെ ബലം, മനസ്സിൻ്റെ ശുദ്ധി. ഇതാണ് നമ്മൾ ചെറിയ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. ദിവസവും റൊട്ടീൻ, ദിവസവും ജപം അല്ലെങ്കിൽ ദിവസവും മെഡിറ്റേഷൻ. അല്ലാതെ നമ്മൾ ഇന്നലകളിൽ പറഞ്ഞു ഭഗവാൻ വന്ന് അനുഗ്രഹിക്കും, കുട്ടിയെല്ലാം കഴിഞ്ഞിട്ട് മേലോട്ട് വെക്കും, ടെറസിൻ്റെ അവിടെ നിന്നും ഭഗവാൻ താഴേക്ക് വരുന്നില്ല, ഒരനുഗ്രഹവും ഇല്ല. അപ്പോൾ പിന്നെ ജപവും ഇല്ല, ധ്യാനവും ഇല്ല, അല്ലെങ്കിൽ നാമജപവും വിളക്ക് കത്തിക്കലൊന്നുമില്ല. ഇങ്ങനെ എടുത്താൽ പൊങ്ങാത്ത അല്ലെങ്കിൽ കാലഘട്ടത്തിനനുസരിച്ചല്ലാത്ത പല ഉപദേശങ്ങളും നൽകിക്കൊണ്ട് നമ്മളിപ്പോൾ വീടുകളിലൊന്നും ദിവസവും സന്ധ്യയ്ക്ക് പോലും ജപിക്കാത്തവരായി മാറിയിട്ടുണ്ട്. വ്യക്തമാണോ? യോഗശാസ്ത്രത്തിൽ, സാഖ്യശാസ്ത്രത്തിലൊക്കെ ഈശ്വരൻ്റെ കഴിവുകളെക്കുറിച്ചൊന്നും കാര്യമായിട്ട് എവിടെയും പറയുന്നില്ല, വേദാന്തത്തിലും പറയുന്നില്ല. എന്നാൽ മനുഷ്യൻ്റെ ഉള്ളിലുള്ള അപരിമിതമായ ശക്തിയെക്കുറിച്ചും കഴിവുകളെക്കുറിച്ചും സാധ്യതകളെക്കുറിച്ചും ആവോളം പറയുന്നുണ്ട് താനും. ശരിയാണോ? അതുകൊണ്ട് പുരുഷപ്രയത്നത്തിൻ്റെ മാർഗം എന്നുള്ള നിലയ്ക്ക് നാം സാധനകളെ കാണേണ്ടിയിരിക്കുന്നു. എന്താണ്? എല്ലാ സാധനകളെയും പുരുഷപ്രയത്നത്തിൻ്റെ ഭാഗത്താണ് യോജിപ്പിക്കേണ്ടത്. കൂടുതൽ പഠിക്കുമ്പോൾ നമുക്കുണ്ടാവാനുള്ള ചാൻസ് എല്ലാം ഈശ്വരനല്ലേ, പിന്നെ നമ്മളെന്ത് പ്രവർത്തിക്കാനാണ്? ഈശ്വരനൊരു ഇച്ഛയുണ്ടല്ലോ, ആ ഈശ്വരേച്ഛ പ്രകാരം എല്ലാം നടക്കുകയല്ലേ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് പൂർണ്ണമായ ബോധ്യമുണ്ടെങ്കിൽ പിന്നെ സാധന ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോഴാണോ പൂർണ്ണമായി ആ ബോധ്യം വരുന്നത്, ആ ബോധ്യം ഉണ്ടാവാൻ അവകാശം നൽകിയിട്ടുള്ളത് പരമഹംസ പരിവ്രാജകന്മാരായ സന്യാസിമാർക്ക് മാത്രമാണ്. ഈ പറഞ്ഞത് മനസ്സിലായിട്ടില്ലല്ലോ? ആവില്ല. കാരണം ഒരിക്കലും ഒരു താത്വികമായി ഇതിനെ മനസ്സിലാക്കാം എന്നല്ലാതെ അത്തരം ചിന്തകളെ ജീവിതത്തിൽ അടുപ്പിക്കരുത് എന്നാണ് എനിക്ക് സാധകരായിട്ടുള്ള ആളുകളോട് ഞാനും പറയുന്നത്. സന്യാസിമാർ ഒക്കെ ഇവിടെ ഉണ്ടെങ്കിൽ
അവർ തൽക്കാലം ഈ ഭാഗം എടുക്കണ്ട. വളരെ കൃത്യമായിട്ട് ഈ ഒരു ഭാഗം മനസ്സിലായിട്ടില്ലെങ്കിൽ ഹിന്ദു ധർമ്മത്തിനും ഹിന്ദുക്കൾക്കും സംഭവിച്ച എല്ലാ പ്രശ്നങ്ങളുടെയും കാതൽ ഇതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് യോഗശാസ്ത്രം, യോഗാഭ്യാസം അല്ലെങ്കിൽ ശാസ്ത്രങ്ങളെല്ലാം പരമമായ തത്വജ്ഞാനത്തിനു വേണ്ടിയുള്ളതാണെങ്കിലും ശാസ്ത്രങ്ങൾ മനുഷ്യന് പുരുഷ പ്രയത്നം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ബോധം മാറ്റിവെച്ചാൽ പിന്നെ ശാസ്ത്രത്തിനോ സാധനയ്ക്കോ ഒന്നും പ്രസക്തി ഇല്ല. ഓക്കെ, ശരി. ഈ മനസ്സ് പോകുന്ന വിഷയങ്ങളിൽ നിന്നും സ്വാഭാവികമായ മനസ്സിൻ്റെ വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ച് കൊണ്ടുവരണം. എന്നിട്ട് ആത്മനീയേവ വശം നയത്, ആത്മവശം സ്വീകരിക്കണം. ആത്മവശം എന്ന് പറഞ്ഞാൽ എന്നിൽ, ബുദ്ധിയിൽ എന്നർത്ഥം പറഞ്ഞാൽ മതി തൽക്കാലം. ആത്മാന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ആത്മാന്നൊക്കെ വിചാരിക്കില്ലേ? നമ്മൾ ആരെങ്കിലും ആത്മാവിനെ കണ്ടിട്ടുണ്ടോ? ഇല്ലേ? ഇവിടെ നിന്നെടുത്ത് മനസ്സിന് ഇവിടെ വെക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഏത് തന്നിൽ എന്ന് അർത്ഥം ചിന്തിച്ചാൽ തന്നെ മതി. നമ്മളാരും കേവലം 6-ാം അധ്യായത്തിലെ 26-ാം ശ്ലോകം ആദ്യമായിട്ട് പഠിക്കുന്നതല്ല. മറിച്ച് നമുക്കൊരു ബോധമുണ്ട്. ആത്മ എന്ന് പറഞ്ഞാൽ ഞാനാണ്. അതെൻ്റെ മനസ്സല്ല. എൻ്റേത് എന്ന് പറയുന്നതൊന്നും ഞാനല്ല. എൻ്റേതുകളുമായി ഞാൻ എന്ന് വിചാരിക്കുന്നതിനെയാണ് യോഗശാസ്ത്രത്തിൽ അസ്മിത എന്ന് പറയുന്നത്. ഇതാണ് എൻ്റേതുകളുമാണ് ഞാൻ. ഇപ്പോൾ എൻ്റെ കൈയാണ് ഞാൻ, അല്ലെങ്കിൽ എൻ്റെ ബുദ്ധിയാണ് ഞാൻ എന്ന് വിചാരിക്കാൻ തുടങ്ങുന്നത് പല രീതികളിൽ ആ വിചാരം സംഭവിക്കും. അതിന് അസ്മിത എന്ന് പറയും. അവിദ്യാസ്മിത എന്നൊക്കെ കേട്ടിട്ടില്ലേ? അജ്ഞാനം അവിദ്യയാണ്. രാഗം, ദ്വേഷം തുടങ്ങിയിട്ടുള്ള വൃത്തികൾ നമുക്കുണ്ട്. അപ്പം ഈ എൻ്റേതല്ലാത്ത ഒരു എൻ്റേതെന്ന് ആര് വിചാരിക്കുന്നു? ആ ഞാനിലേക്ക് മനസ്സിനെ തിരികെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ മനസ്സ് നിർബാധം പോകുന്ന മനസ്സിനെ പിടിച്ച് കെട്ടി കൊണ്ടുവരിക എന്നുള്ളതല്ല. മറിച്ച് രമണ ഭഗവാൻ പറഞ്ഞ ഒരു ആശയം വളരെ നല്ലതാണ്. മാർഗണേ കൃതേ നൈവ മാനസം. വളരെ ചെറിയ ഒരു വാചകമാണ്, വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വാചകമാണ്. മാർഗണേ കൃതേ. ഇപ്പം നമ്മളെ മനസ്സ് ഇങ്ങനെ നമ്മളെല്ലാം കണ്ണടച്ചിരിക്കുമ്പോഴാണ് പോകുന്നത്. ഇപ്പം എവിടേക്കും പോകുന്നില്ല, കാരണം നമ്മൾ കണ്ണൊക്കെ തുറന്നിരിക്കുന്നതുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ട്. കണ്ണടയ്ക്കാൻ തുടങ്ങൂ, അപ്പോൾ കാണാം മനസ്സ് കയറ് ഊരി പോകാൻ തുടങ്ങിയിട്ടുണ്ടാവും. ആ പോകുന്ന മനസ്സിനെ പോവുകയാണല്ലേ നീ എന്നിങ്ങനെ ചിന്തിച്ചു നോക്കൂ. മനസ്സ് പോവില്ല. എവിടെ പോകുന്നത്? ഞാനുണ്ട് നിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ മനസ്സ് പോവില്ല. മനസ്സിനെ അന്വേഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മാർഗണേ കൃതേ, അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ, അന്വേഷണം സംഭവിക്കുമ്പോൾ നൈവ മാനസം, മനസ്സില്ല. മനസ്സെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വസ്തുവല്ല, അന്തഃകരണത്തിൻ്റെ സങ്കല്പ വികല്പാത്മക പ്രവണതയാണ് മനസ്സ്. അന്തഃകരണത്തിൻ്റെ സങ്കല്പ വികല്പാത്മക പ്രവണതയാണ് മനസ്സ്. അല്ലാണ്ട് മനസ്സൊരു സാധനം അവിടെ വെക്കുന്നു, വേറൊന്ന് വേറെ, അങ്ങനെയൊന്നുമില്ല. മനസ്സ് വെറുതെ ഇരിക്കുന്ന മനസ്സ് ഇങ്ങനെ പല കാര്യങ്ങളും ചിന്തിക്കുന്നില്ലേ, പലതിലേക്കും പോകുന്നില്ലേ? ആ സ്വഭാവത്തെയാണ് ഇല്ലായ്മ ചെയ്യണത്, അല്ലാണ്ട് മനസ്സില്ല എന്നല്ല. ആ അന്തഃകരണത്തിൻ്റെ തന്നെ നിശ്ചയമായ ഒരു സ്ഥിരമായ അവസ്ഥയാണ് യോഗം. എന്താണ്? സ്ഥിരാം ഇന്ദ്രിയധാരണാം താം യോഗമിതി മന്യന്തേ എന്ന് ശ്രുതി പറയും. അന്തഃകരണത്തിൻ്റെ യഥാ പഞ്ചാവതിഷ്ഠന്തേ ജ്ഞാനാനി മനസാ സഹ. എപ്പോഴാണോ ജ്ഞാനേന്ദ്രിയങ്ങൾ, മനസ്സും എല്ലാം
ഇങ്ങനെ ഇരിക്കുന്നത്. ഉറങ്ങുകയാണ് എന്ന് പറയരുത്, അത് തെറ്റാണ്. ജാഗ്രത തന്നെയാണ് അത്. പ്രാക്ടീസ് ചെയ്യൂ. ചിലപ്പോൾ ഒക്കെ നമുക്ക് ചില കത്തലുകൾ ഉണ്ടാവട്ടെ അല്ലേ, ചില സമയത്തൊക്കെ. അത്രയൊക്കെ മതി, കാര്യം മനസ്സിലാക്കിയാൽ മതിയല്ലോ. വളരെ നല്ല രീതിയിൽ, വളരെ ശ്രദ്ധായുക്തമായി, ഭക്തിയോടുകൂടി. ലോജിക്ക് ഉണ്ടാവാൻ പാടില്ല. എന്ത്? ലോജിക്ക് പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതൊന്നും നടക്കില്ല. അപ്പൊ അന്ധവിശ്വാസമാണോ നിങ്ങൾ പറയണത്? അന്ധവിശ്വാസം തന്നെയാണെന്ന് കൂട്ടിക്കോളൂ. നമ്മളിൽ നിന്ന് അന്യമായ ഒരു കാര്യം നിങ്ങൾക്ക് നേടാനോ പ്രവർത്തിക്കാനോ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾക്ക് ലോജിക്ക് ആവശ്യമാണ്. ഇവിടെ ഈ പറയുന്ന രീതിയിൽ ലോജിക്കലി നമ്മൾ അനലൈസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. സ്ഥിരാം ഇന്ദ്രിയ ധാരണാം, മനസ്സ്, ഇന്ദ്രിയങ്ങൾ എല്ലാം ബുദ്ധിയോടുകൂടെ. ബുദ്ധിശ്ചന വിചേഷ്ടതി, ബുദ്ധി ചലിക്കുന്നില്ല. മനസ്സ്, ഇന്ദ്രിയങ്ങളെല്ലാം ബുദ്ധിയോടുകൂടി ഇരിക്കുന്നു, ഉറക്കവുമല്ല. അപ്പോഴോ അത് ജാഗ്രതയുമാണ്. നിരുദ്ധം എന്ന് പറയും. എന്താണ് നിരുദ്ധം? നിരോധമാണ്, പക്ഷേ ഏകാഗ്രമാണ്. എന്താണ്? നിരോധമാണ്. എന്തിൻ്റെ? ബാഹ്യവിഷയങ്ങളുടെ നിരോധമാണ്. അകത്ത് അത് ഏകാഗ്രമാണ്. ഈ ഏകാഗ്രതയുടെ പ്രാക്ടീസാണ് വാസ്തവത്തിൽ യോഗം എന്ന് പറയുന്നത്. ഏകാഗ്രതയുടെ പ്രാക്ടീസ് കൊണ്ട് നേടുന്ന അവസാന പടിയാണ് യോഗം അഥവാ സമാധി. യോഗശ്ചിത്തവൃത്തി നിരോധ എന്ന് പറയും, യോഗസമാധി എന്ന് പറയും. യോഗശാസ്ത്രം ദ്വൈതമാണ്, അദ്വൈതമല്ല. അവിടെ പ്രകൃതിയിൽ നിന്നും അഥവാ ഈ ഞാൻ അല്ലാത്തതിൽ നിന്നും, സർവത്തിൽ നിന്നും ഞാനിനെ മാറ്റിവെക്കണം. അതായത് വേറിട്ട് അറിയാണ്. അന്യഥാഖ്യാതി എന്ന് പറയും. എന്താണ് ഖ്യാതി? പറഞ്ഞാൽ അറിയുക. എന്താണ്? അനലൈസ് ചെയ്യുക. ശരിയാണ്, അനലൈസ് ചെയ്യുന്നത് തന്നെയാണ്. അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും എന്താ പറയുക, ശാസ്ത്രങ്ങൾ വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭൗതികമായിട്ടുള്ള മറ്റു കാര്യങ്ങളിലൂടെ ഒന്നും അല്ല അനലൈസിങ് നടക്കുന്നത്. യോഗശാസ്ത്രത്തിൽ അനലൈസിങ് നടക്കുന്നത് ഒരു പ്രാക്ടീസാണ്. അതാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ബുദ്ധിയെല്ലാം പണയം വയ്ക്കുക, ഇത് അങ്ങനെയല്ല, മണ്ടന്മാരായി തീരുക, അതല്ല പറയുന്നത്. മറിച്ച് അതിനെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഉള്ളിൽ തോന്നും, ഇങ്ങനെയാണോ അങ്ങനെയാണോ, അല്ലെങ്കിൽ ഇത്രയും ഇനിയിപ്പോൾ വേറെ രീതി നോക്കാം. അങ്ങനെയല്ല, ഒരേ മാർഗത്തിൽ ദീർഘകാല നൈരന്തര്യ സത്കാരാസേപിത ദൃഢഭൂമി എന്ന് യോഗശാസ്ത്രം പറയും. ദീർഘകാലം. അപ്പം ഈ ഒരു ശരിയായ മാർഗത്തിലെ നമ്മളുടെ ആചാര്യന്മാർ മുന്നോട്ട് നയിക്കുമ്പോൾ നമുക്കെന്നെ തോന്നും, ഇത് ഇങ്ങനെയാണോ, കുറച്ച് ഇങ്ങനെ നോക്കിയാലോ, ഇനി കുറച്ച് അല്ലേ, ഇനി കുറച്ച് തല കുത്തി നോക്കാം, ഇനി കുറച്ച് ഈ ഇങ്ങനെ വെച്ച് നോക്കാം, അല്ലെങ്കിൽ ഇനി കുറച്ച് ആ ആസനം ചെയ്ത് നോക്കാം. യോഗാസനങ്ങളൊന്നും ഈ പറയുന്ന ഒരു പരിധി വരെ അവരവരുടെ ശാരീരിക മാനസിക ബലത്തിന് സഹായിക്കും എന്നതൊഴിച്ചാൽ യോഗാസനമല്ല വാസ്തവത്തിൽ യോഗം. എന്നാൽ യമം, നിയമം വളരെ സഹായിക്കുന്നു യോഗത്തിലേക്ക്. ആസനങ്ങൾ ഒറ്റ കാര്യത്തിൽ പതഞ്ജലി മഹർഷി ഒതുക്കുന്നു: സ്ഥിരം സുഖം ആസനം. ദീർഘകാലം നമുക്ക് എങ്ങനെയാണോ സ്വസ്ഥമായി ഇരിക്കാൻ പറ്റുന്നത്, അതാണ് ആസനം. യോഗത്തിൽ ഉത്തമം, മധ്യമം, അധമം എന്നുള്ള 3 എല്ലാത്തിലുണ്ട്. നമ്മുടെ ശാസ്ത്രങ്ങളിലെല്ലാം അധികാരികളുണ്ട്. അധമ അധികാരികൾ യമം, നിയമം തുടങ്ങിയവ പരിശീലിക്കണം. അതുകൊണ്ടാണല്ലോ യോഗാസനങ്ങൾ പരിശീലിച്ച ഒരാൾ എത്തിച്ചേരേണ്ടത് തന്നെയാണ് യമം, നിയമം, ആസനം.
അപ്പം യമവും നിയമവും യോഗാസനത്തിന് സഹായിക്കുന്നു. യോഗാസനം കൂടുതൽ അയാളെ യമനിയമങ്ങളിലേക്ക് സഹായിക്കുന്നു. ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. ഈ വക കൃത്യമായ ധാരണകൾ ഉണ്ടായിട്ട് വേണം നമ്മൾ യോഗം അഭ്യസിക്കാൻ. ശരി, നമ്മുടെ രാഷ്ട്രം യോഗത്തെ വളരെ ഉയർന്ന തലത്തിൽ പ്രതിഷ്ഠിക്കുന്നു. ലോകം മുഴുവൻ യോഗം വളരുന്നു. അതുകൊണ്ട് ഗുണമുണ്ട്. പക്ഷേ ഈ പരപ്പ് കൂടുമ്പോൾ ആഴം കുറയുക എന്ന് പറയുന്നത് പോലെ നമ്മൾ വിചാരിക്കരുത് ഒരിക്കലും ആയിരക്കണക്കിന് ആളുകൾ യഥാർത്ഥ യോഗികളായി മാറും എന്നുള്ളത്. അതെക്കാലത്തും നാമമാത്രമായ ആളുകളെ ഉണ്ടാവുള്ളൂ. പറഞ്ഞാട്ടെ. യോഗമാർഗത്തിലൂടെ സഞ്ചരിക്കുന്നതാണ് നല്ലത്. കാരണം നിങ്ങളുടെ ചോദ്യം അനുസരിച്ചാണ് ഉത്തരം പറയുന്നത്. വാസ്തവത്തിൽ വേദാന്തത്തിൻ്റെ ശ്രവണ മനന നിധ്യാസന പ്രക്രിയയിലൂടെ ഒരാൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ, അയാൾ അതിൽ സംതൃപ്തനാണെങ്കിൽ അയാൾ അതിനാണ് അധികാരി. അത് എനിക്ക് സംതൃപ്തി കിട്ടുന്നില്ലെങ്കിൽ അയാൾ വീണ്ടും യോഗത്തിലേക്ക് വരും. അതാണ് അതിൻ്റെ കാര്യം. രണ്ട് വഴിയാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ യോഗം എവിടെയാണ് അവസാനിക്കുന്നത്, അവിടെ വേദാന്തം ആരംഭിക്കുകയാണ് എന്ന് വിചാരിച്ചിട്ട് യോഗം താഴെയാണ്, വേദാന്തം ഇവിടെയാണെന്നല്ല പറയുന്നത്. വേദാന്തത്തിൻ്റെ പ്രക്രിയകളെ കുറിച്ചല്ല പറയുന്നത്. വേദാന്തത്തിൻ്റെ ആത്യന്തികമായ സ്റ്റെപ്പ് അത് യോഗത്തിൻ്റെ അപ്പുറത്താണ്. യോഗം പ്രകൃതിയിൽ നിന്നും ജീവനെ അഥവാ പുരുഷനെ യഥാ മുഞ്ചാ ദിശീഗൈവ, എപ്രകാരം പുല്ലിൽ നിന്ന് അതിൻ്റെ നാമ്പിനെ നമ്മൾ പുറത്തെടുക്കുന്നുവോ അപ്രകാരം ആത്മവസ്തുവിനെ സംശോധനം ചെയ്ത് പുറത്തെടുക്കുന്നു. ഈ ആത്മവസ്തുവിൽ നിന്ന് അന്യമല്ല പരമാത്മാ എന്നുള്ള അഭേദജ്ഞാനമാണ് വേദാന്തം. കൃത്യമാണോ? എല്ലാവരും ഇങ്ങനെ തന്നെയല്ലേ മനസ്സിലാക്കിയിട്ടുള്ളത്? ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ വേദാന്തത്തിൽ നമ്മൾ ശാസ്ത്രങ്ങൾ പഠിക്കുന്നു, പല വിചാരങ്ങൾ ചെയ്യുന്നു, പല സാധനങ്ങൾ അനുഷ്ഠിക്കുന്നു. എവിടെ നമ്മൾ അഭ്യാസം ചെയ്യുന്നുവോ അതെല്ലാം യോഗമാണ്. എന്ത്? എവിടെ നമ്മൾ ചെയ്യുന്നുവോ അതെല്ലാം യോഗമാണ്. ഇങ്ങനെയാണ് യോഗ വേദാന്തങ്ങളെ നമുക്ക് ചേർത്ത് നിർത്താൻ സാധിക്കുള്ളൂ. വ്യക്തമാണോ? ശരി, പറയാം. യോഗമാണ്. ഇപ്പൊ തന്ത്രം എന്ന് പറയുന്നത്, തന്ത്രം ടെക്നിക്ക് എന്ന് പറയില്ലേ, തന്ത്രം. എല്ലാ സാധനകളും യോഗവും തന്ത്രവുമാണ്. അത് എല്ലാ സിദ്ധിയും പരമമായ വേദാന്ത തലമായിരിക്കും. ശരി, കൊള്ളാം. എങ്ങനെയാണ് മനസ്സിനെ നമ്മൾ പിൻവലിക്കുക? ഇവിടെ അതാണല്ലോ വിഷയം അല്ലേ? എങ്ങനെ മനസ്സിനെ പിൻവലിക്കും? എന്താണ് നമുക്ക് മനസ്സിനെ പിൻവലിക്കാനുള്ള കാരണങ്ങൾ? അത് 3 നമുക്ക് കാണാം. എനിക്ക് തോന്നുന്നു ബാക്കി നിങ്ങൾ കൂട്ടിച്ചേർത്തോളൂ. 3. ഒരു വിഷയം അതുകൊണ്ട് നമുക്ക് ഗുണമില്ല. എന്ത്? ഒരു വിഷയം കൊണ്ട് ഗുണമില്ല, ദോഷമുണ്ട് താനും. അല്ലേ? എന്താണ്? ഗുണമില്ല, ദോഷമുണ്ട് താനും. ദോഷൈക ദൃഷ്ടി, ദോഷദൃഷ്ടി എന്ന് പറഞ്ഞാൽ ദോഷദർശനം എന്ന് വേണമെങ്കിൽ പറയണം. എന്താണ്? എവിടെ ദോഷദർശനമുണ്ടോ അവിടെ നിന്ന് മനസ്സ് പിന്തിരിയും. വ്യക്തമാണോ? രണ്ടാമത്തേത്, നമ്മുടെ അപ്രസക്തമാവാം, അത് പ്രസക്തമല്ലാതെ തീരും. ഇപ്പം നമ്മൾ ദോഷമുണ്ടായിട്ടല്ലല്ലോ കുട്ടിക്കാലത്ത് കളിച്ച കളികൾ ഇപ്പം കളിക്കാത്തത്. ഉണ്ടോ? മണ്ണപ്പം ചുട്ട് കളിക്കുന്നുണ്ടോ ഇപ്പോൾ? അതെന്താ സംഭവിച്ചത്? മണ്ണപ്പം ചുട്ട് കളിക്കുമ്പോൾ കയ്യിൽ മണ്ണാവും വിചാരിച്ചോണ്ടാ? അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ കുട്ടികളോട് കയ്യിൽ മണ്ണാക്കണ്ടാന്ന്. ഒരിക്കലും പറയരുത്. നമ്മുടെ കുട്ടികൾ മണ്ണിൽ കൈ തൊടാത്തത് കൊണ്ട് സംഭവിച്ച ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നല്ലോണം എഴുതാൻ പോലും കഴിയുന്നില്ല. മണ്ണ് ഉരുട്ടി, മലയാളിക്ക് മാത്രമാണ് ചോറ് ഉരുട്ടി കഴിക്കാൻ പറ്റുന്നത്. മറ്റവന്മാർ ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ ഈ ഉരുളുരുട്ടാൻ കഴിയുക എന്ന് പറയുന്നത് കുട്ടിക്കാലത്ത് മണ്ണിൽ ഉരുട്ടിയിട്ടുള്ള പ്രാക്ടീസും കൂടിയാണ്. ശരി, ഓക്കെ.
ഇരിക്കട്ടെ, പറഞ്ഞുകൊണ്ട് വന്നത് നമ്മുടെ ഈ എന്താ അപ്രസക്തമാവുക രണ്ടാമത്തേത്. മൂന്നാമത്തേത്, ഇപ്പൊ കാണുന്ന ഇതൊന്നും അല്ല, എനിക്ക് വലിയ വേറെ ലക്ഷ്യമുണ്ട്, ഉയർന്ന ഒരു ലക്ഷ്യമുണ്ട് എന്ന് മനസ്സിനെ ബോധിപ്പിക്കുന്ന, അല്ലെങ്കിൽ മനസ്സ് ബോധ്യപ്പെടുന്ന സ്ഥിതി. ഈ മൂന്ന് കാര്യങ്ങളൊന്ന് ഓർത്ത് വയ്ക്കൂ. എന്താണ്? ദോഷദർശനം അപ്രസക്തമാവുന്നു. പിന്നെയോ ഇതിൻ്റെ ഈ മറ്റ് രണ്ടിൻ്റെയും ഉയരത്തിൽ മുകളിൽ എപ്പോഴും ഉയർന്ന ലക്ഷ്യം തന്നെയാണ് ഒരാളെ ബാക്കി രണ്ടും ത്യജിക്കാൻ പ്രേരിപ്പിക്കുന്നത്. വ്യക്തമാണോ? ശരി. അപ്പം ഈ മൂന്ന് കാര്യങ്ങളെ ഒന്ന് എപ്പോഴും ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ മനസ്സ് ക്രമേണ പിന്തിരിയും. അതിൻ്റെ കൂടെ നേരത്തെ പറഞ്ഞ മാർഗണേ കൃതേ നൈവമാനസം എന്നുള്ളതും കൂടെ പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. ചെയ്തു നോക്കൂ, ചിലപ്പോൾ ശരിയാവാൻ ചാൻസ് ഉണ്ട്. അതെ, വർക്കൗട്ട് ആവുമോ നോക്കൂ. അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പോഴത്തെ പ്രയോഗങ്ങളല്ലേ. അതെനിക്ക് വർക്കൗട്ട് ആയില്ല, ഇത് വർക്കൗട്ട് ആവും. കുടുംബജീവിതമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാവരും ഒരുമിച്ച് ചെയ്തല്ലേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. കുടുംബജീവിതത്തിൽ ഭർത്താവ് യോഗിയാണ്, ഭാര്യ യോഗിയല്ല. ഭാര്യ യോഗിനിയാണ്, ഭർത്താവ് യോഗിയല്ല. കുട്ടി യോഗിയാണ്, അമ്മ യോഗിനിയല്ല. അല്ലെങ്കിൽ അമ്മ യോഗിയാണ്, മക്കൾ ആരും യോഗികളല്ല. ഇതുണ്ടാക്കുന്ന വലിയ കാലുഷ്യങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ചിരിക്കുന്നത് കൊണ്ട് എല്ലാവർക്കും അത്തരത്തിൽ അനുഭവം ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ശരി, മനസ്സിന് ബലമുണ്ടാകും. നമ്മൾ ദിവസവും എന്തെങ്കിലും റൊട്ടീൻ, ജപം, ഈശ്വരപ്രണിധാനം അല്ലെങ്കിൽ സ്വാധ്യായം, ഇതൊക്കെ ചെയ്യുമ്പോൾ മനസ്സിന് ബലമുണ്ടാവും, കരുത്തുണ്ടാവും. ബലമില്ലാത്ത ഒരാൾക്ക് ഈ തത്വത്തെ ഗ്രഹിക്കാൻ സാധ്യമല്ല. ന്യായമാത്മാ ബലഹീനേന ലഭ്യ. ബലരഹിതന് ഈ മാർഗത്തിൽ യാത്രയില്ല, ഇതുറപ്പിച്ചോളൂ. അതുകൊണ്ട് ഹിന്ദുക്കൾക്കാർക്കും ഈ പരിപാടി വേണ്ട. എൻ്റെ അഭിപ്രായത്തിൽ ഏതെങ്കിലും നല്ല ധീരശാലികളായിട്ടുള്ള ഏതെങ്കിലും അത്തരത്തിലുള്ള ആളുകൾ, ഏറ്റവും ബലം കുറവ് ഹിന്ദു സമാജത്തിലുള്ള കുടുംബജീവിതം ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന ഒരു രീതി. ആ രീതി കൊണ്ട് നമ്മളുടെ സമാജത്തിൽ വളരെയധികം ബലം കുറഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടോ? അനുഷ്ഠാനം ഇല്ലാത്തതുകൊണ്ട് മാത്രമല്ല, ഓരോ തലമുറയെയും പരമാവധി ബലം ഇല്ലാതെയാക്കാൻ നമ്മളെല്ലാവരും കൂടെ ചെയ്ത് വിജയിപ്പിച്ചിട്ടുണ്ട്. ഒരു ബക്കറ്റ് വെള്ളം എടുക്കുകയാണെങ്കിൽ കുട്ടിയോട് അമ്മമാരെല്ലാം ക്ഷമിക്കണേ, പറയണ്ടാവും, അച്ഛൻ വരും, അച്ഛൻ വന്നിട്ട് എടുത്തോളന്ന്. ഇങ്ങനെ ഈ ബാക്ക് കോളർ പിടിച്ച് അവളെ ഒന്നിനും കൊള്ളാതെയാക്കിയിട്ടുണ്ട്. ശരിയാണോ? എനിക്കങ്ങനെ ശരി തോന്നുന്നു. ഇനി നിങ്ങൾക്ക് ശരിയല്ലെങ്കിൽ ഇതാണ് അവസ്ഥ. അതുകൊണ്ട് നമ്മുടെ ജീവിതം വാസ്തവത്തിൽ ബലം ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ളതാണ്. വേറെ ഒന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും ആത്മബലത്തിൻ്റെ പാതയിൽ നമുക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കുമെന്നെങ്കിലും തിരിച്ചറിയൂ അല്ലേ? എന്നിട്ടൊന്ന് മുന്നോട്ട് പോകാൻ ശ്രമിക്കൂ. അത് വലിയ ഗുണം ചെയ്യും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാ പ്രാക്ടീസ് ഉണ്ടാവണം. അഭ്യാസേന തു കൗന്തേയ വൈരാഗ്യേണ ച ഗൃഹ്യത്തെ എന്ന് ഗീതയും ഉപദേശിക്കും. എങ്ങനെയാണ് മനസ്സിനെ നമ്മളുടെ വെറുതിയിൽ കൊണ്ടുവരിക? അഭ്യാസവും വൈരാഗ്യവും. വൈരാഗ്യത്തിൻ്റെ കാര്യമാണ് മൂന്നായി പറഞ്ഞത് നേരത്തെ. അതിലൂടെ വൈരാഗ്യം ഉണ്ടാവാൻ സാധിക്കും. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ലോക ജീവിതത്തിൽ നമ്മളെല്ലാം പരസ്പരം സൂക്ഷിക്കുന്ന വൈരാഗ്യമല്ല. വിഗത രാഗ, വിഷയങ്ങളിൽ നിന്നും നമ്മൾ പിൻവലിയാനുള്ള ഹേതുവാണ് വൈരാഗ്യം. ആ വൈരാഗ്യത്തിൻ്റെ മൂന്ന് കാര്യങ്ങളാണ്. ദോഷൈക ദർശനം പറഞ്ഞു, അപ്രസക്ത ദർശനം പറഞ്ഞു, ആത്യന്തിക ലക്ഷ്യബോധനം പറഞ്ഞു. ശരി, എന്തായാലും
ജപേന മൂർഖതാം ഹന്തി. ജപം പോലുള്ള സാധനകൾ, ജപതോ നാസ്തി മൂർഖത്വം. ദിവസവും എന്തെങ്കിലും ജപ പരിശീലനങ്ങൾ, തജ്ജപ തദർത്ഥഭാവനം, ഈശ്വര നാമം ജപിക്കുക, അങ്ങനെയൊക്കെയുള്ള ചില ഗുണങ്ങളാണ് വാസ്തവത്തിൽ യോഗ വേദാന്ത ശാസ്ത്രങ്ങളിലെല്ലാം ഈശ്വരനെ കൊണ്ടുള്ളൂ കേട്ടോ. അതായത് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അതിനനുസരിച്ചുള്ള ഗുണം മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു മിറാക്കിൾ സംഭവിക്കുമെന്ന് ആരും വിചാരിക്കരുത്. പണിയെടുത്താൽ അതിനനുസരിച്ച് ഒരുപക്ഷെ കിട്ടി വരും. വിഘ്നങ്ങൾ കൂടുതലുള്ള ജീവന്മാരാണെങ്കിൽ അതും കിട്ടില്ല. അതുകൊണ്ട് വിഘ്ന വിനാശകൻ, നമ്മളെല്ലാം ആദ്യം ഗണപതി ഭഗവാനെ സ്തുതിക്കൂല്ലേ. വിഘ്നങ്ങൾ എല്ലാ ജീവന്മാരിലും തത്വദർശനത്തിന് വിഘാതമായിട്ടുള്ളത് അവരുടെ വിഘ്നങ്ങളാണ് എന്ന് പറയും. വിഘ്നം എന്ന് പറഞ്ഞാൽ പൂർവജന്മാർജിതമായ വാസന, കർമ്മം, സംസ്കാരം, ഇവയെല്ലാം കൊണ്ട് മൂടപ്പെട്ട വിഘ്നങ്ങൾ. ഈ വിഘ്നങ്ങൾ ഏറെക്കുറെ തെളിഞ്ഞു മാഞ്ഞു പോകുമ്പോൾ അവസാനം ശേഷിക്കുന്ന വിഘ്നമാണ് അവിദ്യ. അവിദ്യക്ക് മുമ്പ് കുറേ വിഘ്നം അവിടെ കിടക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ വലിയ പ്രയത്നം ചെയ്ത് ശുദ്ധമാക്കുക എന്നുള്ളതാണ് പ്രക്രിയ. നമ്മളെ ശുദ്ധമാക്കുന്ന പദ്ധതിയെക്കുറിച്ചാണ് ഗീത ഇവിടെ പറയുന്നത്. യതോ നിശ്ചരതി മനശ്ചഞ്ചലമസ്ഥിരം. മനസ്സ് അസ്ഥിരവുമാണ് ചഞ്ചലവുമാണ്. മനസ്സിന്റെ സ്വഭാവത്തെയാണ് പറഞ്ഞത്. മനസ്സെപ്പോഴും അസ്ഥിരവും ചഞ്ചലവുമാണ്. ആ മനസ്സ് എന്തു ചെയ്യണം? അത് അസ്ഥിരമാണ്, ചഞ്ചലമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് വേണം അതിനെ നമുക്ക് വശത്താക്കാൻ. അതില്ലെങ്കിൽ എപ്പോഴെങ്കിലും നമുക്ക് ഞാൻ എൻ്റെ മനസ്സിനെയൊക്കെ നിയന്ത്രിച്ച് കളയാം എന്ന് എപ്പോൾ വിചാരിച്ചോ അപ്പം അത് ഒന്നാന്തരം പണി തരും, ഉറപ്പാണ്. മനസ്സിനോട് കളിക്കാൻ പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. എപ്പോഴെങ്കിലും നമുക്ക് ഞാൻ ഓക്കെ ആയി എന്ന് തീരുമാനിച്ചു നോക്കുക, അപ്പോൾ ഉടൻ എന്തെങ്കിലും ഒരു സാധകരാണോ പണി കിട്ടിയിരിക്കും, ഉറപ്പാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മളുടെ ഈ സാധനാ മാർഗത്തിൽ പ്രതിപത്തി അല്ലാതെ അഹങ്കാരം പാടില്ല പറയും. എന്താണ് പ്രതിപത്തി എന്ന് പറഞ്ഞാൽ? മറ്റ് ലോജിക്കുകളില്ലാതെ നമ്മളെ സറണ്ടർ ചെയ്യുക, നമ്മളതിൽ സമർപ്പണം ചെയ്യുക. എപ്പോഴും നമ്മൾ ലോകത്തിൽ വ്യവഹരിക്കുമ്പോൾ അങ്ങനെയല്ല എങ്കിൽ കൂടി ഉള്ളിൻ്റെ ഉള്ളിൽ ഈ സമർപ്പണ ബുദ്ധി നമ്മൾ സൂക്ഷിക്കണം. ലോകത്തിൽ നമ്മൾ സമർപ്പിക്കണം, ഞാനൊക്കെ സമർപ്പിച്ചിരിക്കുക എന്നും പറഞ്ഞ് നമ്മൾ ലോകത്തിൽ ഒന്നും കൊള്ളാത്തവരെ പോലെ പ്രവർത്തിച്ചാൽ നമ്മളെ തൂക്കിയെടുത്ത് 6ഉം 4ഒക്കെ അടിച്ചു കളയും. അതുകൊണ്ട് പുറത്ത് നല്ല ഒന്നാം തരം ശക്തിശാലികളായിട്ട് നിലനിൽക്കണം. ആന്തരികമായി നമ്മൾ എന്തു ചെയ്യണം? സമർപ്പണ ബുദ്ധി സൂക്ഷിക്കണം. ധർമ്മത്തിന് വേണ്ടി നമുക്ക് സമർപ്പിതരാവാം, ആത്മജ്ഞാനത്തിന് വേണ്ടി നമുക്ക് സമർപ്പിതരാവാം, ഗുരു പരമ്പരയ്ക്ക് വേണ്ടി, നമ്മുടെ പാരമ്പര്യത്തിന് വേണ്ടി നമുക്ക് സമർപ്പിതരാവാം. സമർപ്പണത്തിലൂടെ ഉണ്ടാകുന്ന ഫലം അത് വളരെ വലുതാണ്. ആ ഫലം നമുക്ക് ലഭിക്കാം, സമാജത്തിന് ലഭിക്കാം, ധർമ്മത്തിന് ലഭിക്കാം. വ്യക്തമാണോ? ശരി. അതുകൊണ്ട് ഈ ഒരു എവിടെയൊക്കെ മനസ്സ് പോകുന്നുവോ, ഇപ്പം നേരത്തെ പറഞ്ഞു നമ്മൾ സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെന്ന് പറഞ്ഞില്ലേ. അപ്പം ആ പ്രാക്ടീസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ തന്നെ എവിടെയൊക്കെ മനസ്സ് പോകുന്നോ ആ മനസ്സിനെ അവിടെ നിന്ന് നിരോധിച്ച് അതിനെ നിയമിച്ച് കൊണ്ടുവന്ന് ഇരുത്തുന്നതൊരു പ്രാക്ടീസാണ്. ആ പ്രാക്ടീസിൽ ഈ 4 ഘടകങ്ങൾ ഉണ്ടോയെന്ന് നോക്കി പ്രാക്ടീസ് ചെയ്യൂ. നിരന്തരം എപ്പോൾ? കൃത്യമായ സമയത്ത് പ്രാക്ടീസ് ചെയ്യൂ. ക്രമേണ നിങ്ങൾക്ക് എപ്പോഴും ആ പ്രാക്ടീസ് ചെയ്യുന്ന അവസ്ഥ രൂപപ്പെടാൻ നമുക്ക് സാധിക്കുമായിരിക്കും. ഓക്കെ, ശരി. ഈ നമ്മുടെ ശാസ്ത്രത്തിൽ യോഗബലം എന്ന് പറയും. ഉപനിഷത്തുകളൊക്കെ പഠിക്കുന്ന സമയത്ത്, ആചാര്യസ്വാമികളുടെ ഭാഷയൊക്കെ പഠിക്കുന്ന സമയത്ത് യോഗബലം, ഈ ബലം എന്നുള്ള ശബ്ദം എത്ര ആയിരക്കണക്കിന് സ്ഥലങ്ങളിലാണ്. ബലം നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഏതെങ്കിലും ഒരു ഭാഷ്യ എടുത്തിട്ട് നോക്കുക. ബലം എന്നുള്ളത് പ്രധാനമായി ജ്ഞാനബലം, രണ്ടാമത്തേത് യോഗബലം. ജ്ഞാനബലമാണ്. എന്താണ്?
ഞാനൊരു കാര്യം മനസ്സിലാക്കിയിരിക്കണു എന്നുള്ളതിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ നമ്മുടെ മനസ്സിലാക്കലിനെ വേണമെങ്കിൽ അറിവിനെ ജ്ഞാനബലം എന്ന് പറയാം. അത് നമ്മളെ ഒരുപാട് നയിക്കും മുന്നോട്ട്. പക്ഷേ അറിയാം, പക്ഷേ നിങ്ങൾ കണ്ടിട്ടില്ലേ? എവിടെ? പുറത്തൊന്നും നോക്കണ്ട, ഇവിടെ തന്നെ. വിത്തിൻ യു, വിത്തിൻ അസ്. പുറത്തൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇത് സമാജത്തിൽ പടർന്ന് പന്തരിച്ചിരിക്കുന്ന ഒരു വലിയ പ്രോബ്ലമാണ്. എന്ത്? അറിയാം, പക്ഷേ കാണില്ല. കാണുന്നുണ്ടോ? എന്തുണ്ട് ഇതിന് പരിഹാരം? അത് അത് വളരെ വലിയ ബലം നമുക്കുണ്ടായേ പറ്റൂ. അറിയുന്ന വിഷയത്തിൽ പ്രവൃത്തി ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ബലം. ഏത് ബലം? യോഗബലം വേണം. വ്യക്തമായോ? അതില്ലെങ്കിലോ? എല്ലാ ഉപനിഷത്തും എനിക്ക് കാണാപ്പാടറിയും, എല്ലാ ശാസ്ത്രങ്ങളും എനിക്ക് ചൊല്ലാൻ അറിയും, പക്ഷേ ഇങ്ങനെയൊക്കെ പറയണ്ടാവും. അയ്യോ സ്വാമിജി, ചില ആൾക്കാർ പറയാറുണ്ട്, ആശ്രമത്തിൽ വരട്ടെ, വരാൻ കഴിയട്ടെ. ഇത് ഇന്നേ വരെ കഴിഞ്ഞില്ല, ഇനി കഴിയുമാറാകട്ടെ എന്നാണ് പറയുന്നത്. എന്ത്? ഇപ്പോഴും സമാജത്തിന്റെ ഇടയ്ക്ക് ചില ക്ഷേത്രങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ട് തോന്നുന്നു. മൂകാംബിക ദേവി വിളിക്കാതെ അവിടെ എത്താൻ പറ്റില്ല. ഉറപ്പല്ലേ? ആ, ഇപ്പൊ മനസ്സിലായില്ലേ? ഇപ്പൊ ആരോടാ ഇതൊക്കെ പറഞ്ഞത്? എന്താ? ഇങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ യാത്രാമാർഗം സുഗമമാവും. എല്ലായിടത്തും പൈസയും സമ്പത്തും സ്വന്തമായി വാഹനവും ഒക്കെ വരുമ്പോൾ അതൊക്കെ കുറേശ്ശെ കുറേശ്ശെ കുറഞ്ഞു പോവാറുണ്ട്. പിന്നെ പറയുന്നവർ കേവലം മടിയന്മാർ മാത്രമായിരിക്കും. ഓക്കെ, എനിക്കങ്ങനെയാണ് അനുഭവം. ആലോചിച്ച് നോക്കണം. അതേപോലെയാണ്. അവിടത്തേക്ക് വരാൻ പറ്റിയിട്ടില്ല, വരാൻ കഴിയുമാറാവട്ടെ. ഓ, എപ്പോഴാച്ചാ വന്നോളൂ. ആ, ഒരു പ്രശസ്തമായ സന്യാസാശ്രമത്തിലൊക്കെ ആളുകൾ പോയിട്ട് ആ സ്വാമീനെ എവിടെന്നെങ്കിലും റോഡിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ പറയുന്നു, അങ്ങോട്ട് വരട്ടെ, ഓ പെരുമാറാവട്ടെ എന്നാണ്, വരാൻ കഴിയുമാറാവട്ടെ. ഇതുപോലെ ആലോചിച്ച് നോക്കൂ, നമ്മളുടെ യോഗബലം ഇല്ലായ്മ വളരെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇതിൻ്റെ ഭാഗമല്ലെങ്കിലും അതിനുള്ള പരിഹാരം 3 ആ 3 കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ആഗ്രഹമില്ലെങ്കിലും ഞാൻ പറയും. ഇത് അതൊന്ന് സരസ്വതിയാണ് ആ പരിഹാരം, 2 ദുർഗയാണ് ആ പരിഹാരം, 3 ലക്ഷ്മിയാണ് ആ പരിഹാരം. എന്താണ്? ആ, സരസ്വതി. എന്താണെന്നും ഞാൻ പറയുന്നില്ല, ബാക്കി പണിയെടുത്തോളൂ. സരസ്വതി എല്ലാ അർത്ഥത്തിലും സരസ്വതിയാണ് പരിഹാരം, എല്ലാ അർത്ഥത്തിലും ദുർഗയാണ് പരിഹാരം, എല്ലാ അർത്ഥത്തിലും ലക്ഷ്മിയാണ് പരിഹാരം. ഈ 3 ദേവതകളെ, ആ ദേവതകളുടെ സ്വരൂപത്തെ ഹൃദയത്തിൽ ആവഹിക്കാൻ കഴിയാത്ത ഒരു സമാജത്തിന് നിലനിൽപ്പുമില്ല, പുരോഗതിയുമില്ല. മാത്രമല്ല, അത് വാഷ് ഔട്ട് ചെയ്യപ്പെടും. എന്നാൽ നമ്മളുടെ പൂർവികർ നമ്മുടെ ധർമ്മത്തിൽ ഏറ്റവും പ്രസക്തമായി ഈ 3 ദേവതകളെ പ്രതിഷ്ഠിച്ചു. നമ്മളതിനെ വിഗ്രഹമാക്കി, ചിത്രമാക്കി മാറ്റി ചുമരിലടിച്ചു. ആലോചിച്ച് നോക്കൂ. ജ്ഞാനമാണ് സരസ്വതി, ബലമാണ് ദുർഗ, സമൃദ്ധിയാണ്, ഐശ്വര്യമാണ് ലക്ഷ്മി. ഞാൻ ഐശ്വര്യ ബലയുക്ത ഹിന്ദുക്കളായി മാറാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഉപോത്ബലകമായിട്ട് ഇതിൻ്റെ കൂടെ സംഗതിവശാൽ പറയുകയാണ്. എന്തായാലും ഈ ശ്ലോകം ആത്മന്യേവ വശം നയേത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്വസ്ഥമാവാൻ വേണ്ടി ഇന്ദ്രിയ മനോബുദ്ധികളെ നിയമിക്കുക എന്ന് സൂചിപ്പിക്കുന്നു. വലിയൊരു വ്യാഖ്യാനത്തിലേക്കൊന്നും പോകുന്നില്ല, എല്ലാം ഇവിടെ ഗുരുനാഥൻ വ്യാഖ്യാനിക്കും. കൂടുതൽ ചോദ്യങ്ങൾ ഒക്കെ അവിടെ ആവട്ടെ. അടുത്ത ശ്ലോകം പറയുകയാണ്. ഈ മനസ്സ് പോകുന്ന വിഷയം ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനസ്സ് പോകുന്നത്
തൻ്റെ സ്വരൂപമായ പുരുഷനിലേക്കല്ല മനസ്സ് പോകുന്നത്, പുരുഷനിൽ നിന്നും വ്യതിരിക്തമായ പ്രകൃതിയിലേക്കാണ്. പ്രകൃതി എന്ന് പറയുന്നത് 8 ഭാഗങ്ങളിലായിട്ടാണ്. മഹത്തത്വം, അവ്യക്തം, മഹത്തത്വം, അഹങ്കാരം, പഞ്ചതന്മാത്രകൾ. ഇതാണ് ലോകത്തിലുള്ള വിഷയം. ഇതാണ് അവ്യക്തം, മഹത്തത്വം, അഹങ്കാരം, പഞ്ചതന്മാത്രകൾ. ഈ 8 വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്നിലേക്കാണ് ഈ മനസ്സ് പോകുന്നത്, വേറെ എവിടെയല്ല. അപ്പൊ ഈ 8 വിഷയങ്ങളെ മനസ്സിലാക്കി ഇന്നതിലേക്കാണ് മനസ്സ് പോകുന്നത് എന്ന് തിരിച്ചറിയാൻ ഈ ശാസ്ത്രം നമ്മെ സഹായിക്കും. സാഖ്യദർശനം വാസ്തവത്തിൽ നേരത്തെ പറഞ്ഞ അനലൈസ് ചെയ്യാനുള്ള ശാസ്ത്രമാണ്. രണ്ടും വാസ്തവത്തിൽ ഈ അന്യഥാഖ്യാതിയാണ്. പ്രകൃതിയിൽ നിന്നും പുരുഷനെ വേർതിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സാഖ്യദർശനത്തിൻ്റെ അതേ രീതിശാസ്ത്രം തന്നെയാണ് യോഗദർശനവും പിന്തുടരുന്നത്. രണ്ടും ദ്വൈത ദർശനങ്ങളാണ്. സാഖ്യത്തിൽ നിന്നും യോഗത്തിൽ നിന്നും ഒക്കെ ഉപോത്ബലകമായ ആശയങ്ങളെ സ്വീകരിച്ച് തന്നെയാണ് വേദാന്തവും പ്രവർത്തിക്കുന്നത്. വളരെ പ്രസക്തമായ ഒരു ഉപനിഷത്ത് വാക്യമുണ്ട്. താവദേവ നിരോധവ്യം യാവത് ഹൃദി ഗതം ക്ഷയം. താവദേവ നിരോധവ്യം. എത്ര കാലം വരെ പ്രാക്ടീസ് ചെയ്യണം, എത്ര കാലം വരെ അഭ്യാസം ചെയ്യണം? താവദേവ, അതുവരേക്കും. ഏതുവരെ? യാവത് ഹൃദി ഗതം ക്ഷയം. ഹൃദയത്തിലുള്ള പാശങ്ങൾ എപ്പോൾ ക്ഷയിക്കുന്നുവോ അതുവരെയും നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറയും. ഓക്കെ. വാസനകൾ പൂർണ്ണമായിട്ട് തീരുകയൊന്നും വേണ്ട, കുറേയൊക്കെ പൂർണ്ണമായ അവസ്ഥ എന്ന് പറയുന്നത് വാസനാപ്രക്ഷയം തന്നെയാണ്. വാസനാപ്രക്ഷയോ മോക്ഷ എന്ന് പറയും. അത് വളരെ ഉയർന്ന തലത്തിലാണ്. ദുർവാസനകളിൽ നിന്നും നമ്മൾ മോചിതരായാൽ തന്നെ പകുതിയല്ല 90% രക്ഷപ്പെട്ടു. ദുർവാസനകൾ നമ്മളെ ബന്ധിക്കുന്നതാണ്. അത് നമ്മളുടെ സ്വഭാവത്തെ അനലൈസ് ചെയ്താൽ മനസ്സിലാവും. നമ്മുടെ സ്വപ്നങ്ങളെ അനലൈസ് ചെയ്താൽ, നമ്മളുടെ ആഗ്രഹങ്ങളെ അനലൈസ് ചെയ്താൽ, നമ്മളുടെ ലക്ഷ്യങ്ങളെ അനലൈസ് ചെയ്താൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ബന്ധപ്പെടുന്ന ആളുകളെ, ചുറ്റുപാടുകളെ അനലൈസ് ചെയ്താൽ, അഥവാ ഏതൊക്കെ റൂട്ടിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ അറിയാതെ നമ്മൾ പോകുന്ന എവിടേക്കാണ്, അതാരാ നമ്മളെ കൊണ്ടുപോകുന്നത്? വാസന. അപ്പോൾ വാസനകളെ മനസ്സിലാവും. ശരി, ഓക്കെ. അടുത്ത ശ്ലോകത്തിലേക്ക് പോട്ടെ. അടുത്ത ശ്ലോകം ഇത്രയൊന്നും പറയാനില്ല. അടുത്ത ശ്ലോകം പ്രശാന്തമനസം ഹ്യേനം യോഗിനം സുഖമുത്തമം ഉപൈതി ശാന്തരജസം ബ്രഹ്മഭൂതമകൽമഷം. പ്രശാന്തമനസം ഹ്യേനം യോഗിനം സുഖമുത്തമം ഉപൈതി ശാന്തരജസം ബ്രഹ്മഭൂതമകൽമഷം. പ്രശാന്ത മനസ്സം ഹി ഏനം യോഗിനം സുഖം ഉത്തമം ഉപൈതി ശാന്തരജസം ബ്രഹ്മഭൂതം അകൽമഷം. ഹി ഏനം. ഏനെന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ
നേരത്തെ ഒരാളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വീണ്ടും പറയുന്നതാണ് ഹേന എന്ന് പറയുന്നത്. ആവർത്തിക്കുമ്പോൾ ഇപ്പോൾ ഒരാളെ പറയുമ്പോൾ രാമനെ കുറിച്ച് പറഞ്ഞു, പിന്നെ നമ്മൾ അവൻ്റെ പറയില്ലേ, പിന്നെ രാമൻ്റെ 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 എന്ന് പറയില്ലല്ലോ. അതുപോലെ അപ്പം നേരത്തെ യോഗിയുടെ കാര്യമാണ് പറഞ്ഞത്. അങ്ങനെ മുൻപ് ഏതൊരു യോഗിയെക്കുറിച്ചാണോ പറഞ്ഞത് അങ്ങനെയുള്ള ഏനം യോഗിനം, ആ ഒരു യോഗിയെ. എങ്ങനെയുള്ള യോഗിയാണ്? പ്രശാന്ത മനസ്സം യോഗി. അയാൾ പ്രശാന്ത മനസ്സിന്റെ ഉടമയാണ്. എന്താണ് പ്രശാന്ത മനസ്സ്? ശാന്തമായ മനസ്സ് നമുക്കെല്ലാവർക്കും അറിയാം. എന്താണ് ശാന്തമായ മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? രാവിലെ തന്നെ ഒരു ഗ്ലാസ് പാൽപ്പായസം കിട്ടിക്കഴിഞ്ഞാൽ മനസ്സ് ശാന്തമല്ല. ശാന്തമായ മനസ്സ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ആഗ്രഹമില്ലാത്ത മനസ്സ്. എന്താണ്? അഥവാ ആഗ്രഹങ്ങൾ സ്വായത്തമായ മനസ്സ് അല്ലേ? എന്താണ്? ലഭിച്ച, നേടിയ മനസ്സ്. ആഗ്രഹങ്ങൾ നേടിയ മനസ്സ് അല്ലെങ്കിൽ ആഗ്രഹങ്ങളില്ലാത്ത മനസ്സ്. അതുകൊണ്ടാണ് നമുക്ക് ഒരു ആഗ്രഹം നേടിക്കഴിഞ്ഞ് കുറച്ച് സമയം വരെ നമുക്കൊരു ശാന്തിയൊക്കെ ഉണ്ടാവുന്നത് അല്ലേ? അങ്ങനെയല്ലേ? കുറച്ച് സമയം വരെ നമ്മൾ ഓക്കെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഓക്കെ അല്ല. ഇന്നലെ വരെ ഞാൻ ഓക്കെ ആയിരുന്നു, ഇന്ന് ഞാൻ ഓക്കെ അല്ല. നിനക്കെന്താ വേണ്ടതെന്ന് ഒരാൾ വേറൊരാളോട് ചോദിച്ചു. നിനക്കെന്താ വേണ്ടത്? നല്ലടോ, എനിക്കെന്താ വേണ്ടതെന്ന് പറ. ആലോചിച്ച് നോക്കൂ. ശരി. അപ്പം ഈ മനസ്സ് ശാന്തമായ മനസ്സാണ്. ശാന്ത മനസ്സ്. ഈ ശാന്തമായ മനസ്സ് എങ്ങനെയാണ് ശാന്തമാവുന്നത് എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത വരി നിങ്ങൾ നോക്കൂ. ശാന്തരജസം. എന്താണ്? ശാന്തരജസാണ് ശാന്ത മനസ്സ്. രജോ ഗുണങ്ങൾ ശാന്തമായത്. മനസ്സിലായില്ലേ? രജോ ഗുണം, രജസ് ഇല്ലേ? രജസ് നമ്മളെ പ്രവൃത്തിയിലേക്കും ആഗ്രഹത്തിലേക്കും കാമനകളിലേക്കും നേടലുകളിലേക്കൊക്കെ നയിക്കും. എന്താണ്? മനുഷ്യന്റെ നമ്മളിൽ പ്രവർത്തിക്കുന്നത് ഗുണങ്ങളാണ്. എന്താണ്? 13-ാം അധ്യായം ഒന്ന് എപ്പോഴെങ്കിലും ഒന്ന് വായിച്ചു നോക്കണേ, സമയം കിട്ടും. അല്ലേ? 13 ശരി, 14 ആ 14-ാം അധ്യായം ഒന്ന് എപ്പോഴെങ്കിലും ഫ്രീ ആകുമ്പോൾ ഒന്ന് വായിച്ചു നോക്കൂ. അപ്പം അതിൽ നിന്ന് അതും ഒരു അഭ്യാസമാണ് പറയുന്നത്. ഗുണേഷു വർത്തന്തെ. ഗുണങ്ങളാണ് പ്രവർത്തിക്കുന്നത്, ഞാനല്ല. ഈ ഭഗവത്ഗീത എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ടെക്സ്റ്റാണ് ഫോർ റിയലൈസേഷൻ. അത് നമുക്ക് നിസ്സാരാണെന്ന് തോന്നും. നമുക്കത് നിസ്സാരാവുന്നുള്ളൂ, വേറുള്ള ആൾക്കാർക്കൊക്കെ വലിയ സാരമാണ്. നമ്മൾക്കത് നമുക്ക് നമ്മളെ കുട്ടികളോട് ഇപ്പോൾ അത്രയൊക്കെ ഉള്ളൂ വിചാരിക്കുക അല്ലേ? അതേസമയം നമ്മളെ ചില കുട്ടികളെയൊക്കെ വേറെ ഏതെങ്കിലും അധ്യാപകരടുത്ത് കിട്ടുമ്പോൾ പറയുണ്ടാവും, നിനക്ക് നിന്റെ കുട്ടിയെക്കുറിച്ച് മനസ്സിലായിട്ടില്ല, ഇവളാളേതാണെന്നറിയോ, ഇവള് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും. നമ്മൾ വിചാരിക്കും, ഓ അതെയോ എന്നൊക്കെ നമുക്ക് തോന്നും. കാരണം രാവിലെ വരെ ഇതിനെ ചീത്തറിഞ്ഞിട്ടേ ഇവളുടെ വിലയില്ലാതെയായിട്ടുണ്ട്. നമുക്കും വിലയില്ല, കുട്ടിക്കും വിലയില്ല. ഇതുപോലെ നമ്മളുടെ ശാസ്ത്രങ്ങൾ ഈ ഭഗവത്ഗീതയുടെ ആ ഒരു എത്രമാത്രം ഗരിമയുള്ളതാണ് എന്ന് ഈ തരത്തിൽ ഒരാൾ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന ഒരാൾക്ക് അത് കിട്ടുമ്പോൾ തുറന്ന് വായിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് അത് മനസ്സിലാവുള്ളൂ. ഏത് സാധനവും വിലയുള്ളത് ആർക്കാണ്? അത് ആർക്കാണോ വേണ്ടത് അവിടെ വില. അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് ഈ ഒരു ഗീത എന്താണോ നൽകുന്നത് ആ ലക്ഷ്യത്തെ ഉറപ്പിക്കാൻ സാധിക്കട്ടെ. അപ്പം ഇവിടെ ശാന്തരജസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രജസ് ശാന്തമായ അവസ്ഥ. എന്താണ്? രജസ് ശാന്തമാവുന്നത് എങ്ങനെയാണ് രജസ് ശാന്തമാവുന്നത്? ആഗ്രഹം കിട്ടി, ഒരു കാര്യം കിട്ടിയത് കൊണ്ട് രജസ് ഇല്ലാതെയാവുമോ? എങ്ങനെയാണ് രജസ് ശാന്തമാവുക? തത്വം ബലപ്പെടണം. സത്വം ശരിയാണ്. അതിനെന്താണ് ചെയ്യുക? രജസ് ശാന്തമാവുന്നത്
കർമ്മത്തിലൂടെയാണ്. കർമ്മത്തെ യോഗമാക്കി നല്ലോണം പണിയെടുക്കണം. നല്ലോണം എല്ലാ ഗുലുമാലുകളിലൂടെയും കടന്നുപോയി അനുഭവങ്ങൾ വരുമ്പോൾ തുടക്കാണേ പറയുന്നത് ഇത് നല്ലവണ്ണം. അപ്പം നമ്മൾ പറയുക, ഭഗവാൻ പറഞ്ഞില്ലേ, അർജുന നീ വിചാരിക്കണ്ടോ ഞാൻ പറയണത് കേൾക്കാതെ നിനക്ക് ഇവിടെ നിന്ന് യുദ്ധം ചെയ്യാതെ പോവാൻ പറ്റുന്നു? ഓ വിചാരിക്കണ്ടില്ലേ? എങ്കിൽ നിന്റെ പ്രകൃതി നിന്നെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കണോ? എന്ത് പ്രകൃതി സ്വാം നിയോക്ഷ്യതി, പ്രകൃതി നിന്നെ കൊണ്ട് ചെയ്യിക്കും. ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ മുമ്പിൽ വരുന്ന കർമ്മങ്ങളെ ചെയ്യും. എന്തു ചെയ്യും? ഏത് കർമ്മങ്ങളെ? നിമിത്തമായി ചെയ്യും. നിമിത്തം ഭവ സവ്യസാചിൻ എന്ന് പറയും. അതായത് നമ്മളുടെ മുമ്പിൽ വരുന്ന കർമ്മങ്ങൾ എന്താ പറയുന്നത്? ഏതൊക്കെ? അല്ല, നമ്മളുടെ മുമ്പിൽ വരുന്ന കർമ്മങ്ങൾ. അത്തരം മുമ്പിൽ വരുന്ന കർമ്മങ്ങളെ നമ്മൾ കർമ്മയോഗമായി ചെയ്യും. ആ കർമ്മയോഗം തന്നെ സാധന. ഇതിന്റെ ആദ്യം പറയുന്നുണ്ട്, ഒന്നാമത്തെ ശ്ലോകം നമ്മൾ പഠിച്ചില്ലേ? അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോത്തിയഹ സന്യാസീ ച യോഗീ ച. അതന്നെ. അപ്പം ആ ഭാഗം പറയുന്നത് അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോത്തി. അതിൻ്റെ ഉദ്ദേശം വാസ്തവത്തിൽ കർമ്മം വിജയിക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ രജസ് കുറയുക എന്നുള്ളത്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണേ. രജോ ഗുണം അതിൻ്റെ ആ തീവ്രത കുറയുന്നു. ആ തീവ്രത കുറേ അനുഭവങ്ങളും അഭ്യാസമൊക്കെ ചെയ്ത് രജോ ഗുണം കുറയുന്നു. അതും കഴിഞ്ഞ് ശാന്തരജസാവുന്നത് നേരത്തെ പറഞ്ഞ ക്രിയാ പരിശീലനത്തിലൂടെ, ക്രിയായോഗം എന്ന് യോഗശാസ്ത്രവും പറയും. അപ്പൊ കർമ്മയോഗം ചെയ്യുന്ന ഒരാൾ വീണ്ടും യോഗാഭ്യാസ പരിതസ്ഥിതിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അയാളിൽ സംഭവിക്കുന്നത് വാസ്തവത്തിൽ അയാളുടെ രജസ് ശാന്തമാവുകയാണ് എന്ന് മനസ്സിലാക്കണം. എന്താണ്? ശാന്തമാവുകയാണ്. ശരി, അങ്ങനെ ശാന്തരജസൻ അഥവാ രജസ് ശാന്തമായ ആള്, പ്രശാന്തൻ. ആ പ്രശാന്ത സ്ഥിതിയിൽ മാത്രമേ ഈ യഥാ തിഷ്ടന്തേ ജ്ഞാനാനി മനസാ സഹ എന്ന് പറയുന്ന ഭാഗം നമുക്ക് എത്താൻ പറ്റുള്ളൂ. ശാന്തമായ അന്ധകരണം ഉണ്ടാവണം. വാസ്തവത്തിൽ മനസ്സ് ശാന്തമല്ലാതിരിക്കുന്നത് നേരത്തെ പറഞ്ഞു, നമ്മുടെ വാസനകൾ, സംസ്കാരം, വാസന ഒക്കെ കൊണ്ടാണ്. ഈ വാസനയ്ക്ക് എത്ര നമ്മൾ അഗ്നിയിലേക്ക് നെയ്യൊഴിക്കുന്നുവോ അതുപോലെയാണ് അത് വീണ്ടും വീണ്ടും ആളി കത്തിക്കൊണ്ടിരിക്കും. എന്നാൽ നെയ്യൊഴിക്കണ്ടേ? വേണം. തീർത്തും ഒറ്റയടിക്ക് ഞാൻ നെയ്യൊഴിക്കുന്നില്ല എന്ന് വിചാരിച്ചാൽ അത് തെറ്റാണ്. അതാണ് ഇവിടെ പറഞ്ഞത്, ശനൈ ശനൈ ഉപരമേത്. വ്യക്തമാണല്ലോ? ശരി, എന്തായാലും ഈ ശ്ലോകം അടുത്തത് പറയുന്നത് ബ്രഹ്മഭൂതം അകൽമഷം. ഈ ഒരു ശാന്തരജസൻ അവൻ്റെ സത്വഗുണ സമ്പന്നതയാൽ എന്തു സംഭവിക്കുന്നു? ബ്രഹ്മഭൂതം അകൽമഷം. അകൽമഷമായ, കൽമഷമില്ലാത്ത, അജ്ഞാനമില്ലാത്ത, പാപമില്ലാത്ത ബ്രഹ്മതത്വം തന്നെയാണ് ഞാൻ എന്ന് അവനൊരു ഉറച്ച ബോധ്യം ഉണ്ടാവുന്നു. അഥവാ ഇത് വ്യാഖ്യാനിക്കുമ്പോൾ എന്തായാലും വേദാന്തം വന്നേ പറ്റൂ. എൻ്റെ സ്വരൂപം സച്ചിത് ആനന്ദമാണ്, അജ്ഞാനമല്ല എന്നുള്ള ബോധ്യം നമുക്ക് ശാസ്ത്രങ്ങൾ തരുന്നു. അതിന് ഉപോത്ബലകമായ ആ ബോധ്യത്തിന് ഉപോത്ബലകമായ ചില രുചികളാണ് ഒരു വേദാന്ത സാധകനെ സംബന്ധിച്ച് യോഗാഭ്യാസം അദ്ദേഹത്തിന് നൽകുന്നത്. വ്യക്തമായോ? ഇത് മനസ്സിലായില്ല? കഴിഞ്ഞോ? എല്ലാവരും ഔട്ടായ പോയ? അതായത് ഒരു വേദാന്ത സാധകന്
യോഗം നൽകുന്നത് അവൻ്റെ വേദാന്ത ബോധത്തിന് ഉപോത്ബലകമായ അല്ലെങ്കിൽ ഗുണപ്രദമായ ചില അനുഭവങ്ങളാണ്. അതായത് ഏകാഗ്രതയുടെ അനുഭവം, അല്ലെങ്കിൽ ചിത്ത സംയമത്തിൻ്റെ അനുഭവം, അല്ലെങ്കിൽ ഇന്നലത്തെ പോലെ അല്ല ഞാൻ ഇന്ന് എന്നുള്ള അനുഭവം. ഒരു 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 മാറ്റത്തിനുള്ള ആ മാറ്റം നമ്മളിൽ ബോധ്യമാവും. അത് ഈ പ്രാക്ടീസ് നിർത്താൻ പാടില്ല. എന്ത് മനസ്സിലായില്ലേ? അത് ഇതൊക്കെ ഒരിക്കലും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഇത് പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. ഇതെല്ലാം പറയുന്നത് മധ്യമ അധമ അധികാരികളെ സംബന്ധിച്ചാണ്. ഉത്തമാധികാരികളെ കുറിച്ച് ഇവിടെ ഒരു ചർച്ചയുമില്ല. ഉത്തമാധികാരികൾ ഓൾറെഡി ഗോൾ. ശരി, അപ്പം ഈ രീതിയിലൊന്ന് മനസ്സിലാക്കൂ. ഈ ശ്ലോകം ഒന്ന് വായിച്ചു നോക്കൂ എങ്ങനെയാന്ന്. പ്രശാന്ത മനസം ഹ്യേനം യോഗിനം ഉപൈതി രാജ ശാന്തരജസം ബ്രഹ്മഭൂതം അകൽമഷം. അവിടെ സുഖം ഉത്തമം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗീതയിൽ തന്നെ മറ്റൊരിടത്ത് സുഖം ആത്യന്തികം യത്തത് എന്ന് പറയും. സുഖം എന്ന ശബ്ദം ഒരിക്കലും നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഏതെങ്കിലും ഒരു വസ്തുവിൽ നിന്നുണ്ടാവുന്ന സുഖം പോലെ എന്ന് ധരിക്കരുത്. തുടക്കത്തിൽ അതൊക്കെ നല്ലതാണ്, നമ്മളെ ഈ സാധനാ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ സഹായിക്കും. പക്ഷേ മുന്നോട്ട് പോകുമ്പോൾ ഇത്രയൊന്നും ചമൽക്കാരമൊന്നും ആവശ്യമില്ല എന്ന് നമുക്ക് തോന്നും. പക്ഷേ താഴെയുള്ള കുട്ടികളോട് നമ്മൾ ചമൽക്കാരൻ തന്നെ പറഞ്ഞോളൂ. കാരണം ആചാര്യന്മാർ അതൊരു രീതിയായി അവതരിപ്പിച്ചതാണ്. കുറേ മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും ഇത്രയൊക്കെ ഉള്ളൂ. കുറേ മുന്നോട്ട് പോകുമ്പോൾ അതും അപ്രസക്തമാവും. എത്രയൊക്കെ ഉള്ളൂ എന്നുള്ള അങ്ങനെയല്ല, മറിച്ച് ഇപ്പം നമ്മളൊരു വസ്തുവെ കണ്ടും കേട്ടും അനുഭവിച്ചു വരുമ്പോൾ പുതിയതായിട്ടൊരു വസ്തു കിട്ടുന്നത് പോലെയുള്ള ഉണ്ടാവില്ല. അതുകൊണ്ട് വേഗം തന്നെ ആ ഫീലോടുകൂടി എല്ലാവരും അനുഭവിക്കാൻ ശ്രമിക്കുക. കുറേ കഴിയുമ്പോൾ അത്ര ഫീൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്തായാലും ഇവിടെ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇങ്ങനെയുള്ള പ്രശാന്ത മനസ്സനായ യോഗിയെ, ശാന്തരജസനായ പ്രശാന്ത മനസ്സനായ യോഗിയെ എന്ത് ഉപൈതി ചെന്നു ചേരുന്നു അയാളിലേക്ക്? എന്താണ്? ഉത്തമം സുഖം ബ്രഹ്മഭൂതം അകൽമഷം. ബ്രഹ്മഭൂതമായ സകലതും ബ്രഹ്മമാണ് എന്നുള്ള ഉറച്ച ബോധ്യത്തോടു കൂടിയ അജ്ഞാനശേഷമില്ലാത്ത ഉത്തമമായ സുഖം അയാളിലേക്ക് ചേരുന്നു എന്ന് പറഞ്ഞാൽ അയാളിൽ ആ സംഗതി വർക്കൗട്ട് ആകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു 5 മിനിറ്റ് ഉണ്ട്. എന്തെങ്കിലും ഈ വിഷയത്തിൽ ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ഉത്തരമൊക്കെ ഉണ്ടാവുന്നൊന്നും പ്രതീക്ഷിക്കരുത്. ചോദ്യം ഇവിടെ എന്തായാലും ഉണ്ടാവുമല്ലോ. ആ ചോദ്യം നിങ്ങൾക്ക് ചിലപ്പോൾ സ്വാമിജിയോട് അഭ്യർത്ഥിക്കാൻ കാരണമാകും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആവാം. അങ്ങനെയല്ല. ശമം മനസ്സിൻ്റെ, ദമം ഇന്ദ്രിയങ്ങളുടെ. ദമം ഇന്ദ്രിയങ്ങളുടെയാണ്, ശമം മനസ്സിൻ്റെയാണ്. പക്ഷെ ഇതെല്ലാം പരസ്പരം കണക്റ്റഡ് ആണ്. ചില സമയത്ത് നമുക്ക് ദമായിരിക്കും നല്ലത്, ചില സമയത്ത് ശമായിരിക്കും. ശമം കൂടാതെയുള്ള ദമം പൂർണ്ണമായ ഫലത്തില്ല. ദമം കൂടാതെ നമ്മളൊരു ശമം പ്രാക്ടീസ് ചെയ്ത് വിജയിപ്പിച്ചെടുക്കാനും സാധിക്കില്ല. അതൊക്കെ എല്ലാവർക്കും അങ്ങനെ പറയാൻ പറ്റില്ല കേട്ടോ. നമ്മളിപ്പോൾ വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ നമ്മൾ പിന്നെന്തിനും ധമം ശീലിക്കുന്നത്? ഇതൊക്കെ വ്യക്തികൾക്ക്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, സാധന പദ്ധതി എന്ന് പറയുന്നത് കോമൺ അല്ല. കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഇൻഡിവിജ്വൽ വ്യക്തികൾക്ക് സാധനകളുടെ രീതികൾ വ്യത്യാസപ്പെട്ടിരിക്കും. ജീവഭേദമനുസരിച്ചാണ് സാധനകൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ഓരോരുത്തരുടെയും കർമ്മവും വാസനയും സംസ്കാരവും ഗുണഘടനയും വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞാൽ ഈ സാധനകളെല്ലാം ഓരോരുത്തർക്കുമാണ്. കൂട്ടമായിട്ടുള്ള ധ്യാനം അല്ലേ?
ഒരു ധ്യാനത്തിൻ്റെ സദസ്സ് നിങ്ങൾ സങ്കല്പിക്കൂ. എല്ലാവരും കണ്ണടച്ചിരുന്നു. നിങ്ങൾ നിങ്ങളിലേക്ക് തിരിക്കൂ. ശനൈ ശനൈ ഉപരമേത് എന്നൊക്കെ പറഞ്ഞു. ആ ആ റിയലൈസ്, പ്ലീസ്. റിയലൈസ്, നിങ്ങളതാണെന്ന് സങ്കല്പിക്കൂ. റിയലൈസ് ചെയ്യൂ. ഓ, ഒരാൾ കണ്ണു തുറന്നു. ഒരാൾ കണ്ണു തുറന്നു നോക്കുമ്പോൾ ആരും തുറന്നില്ല. ആലോചിച്ച് നോക്കൂ. അപ്പം ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ധ്യാനം, ഗ്രൂപ്പ് ഓഫ് മെഡിറ്റേഷനൊക്കെ ചില സമയത്ത് നമുക്ക് താൽക്കാലികമായിട്ടൊരു ഗുണം ചെയ്യും. തെറ്റ് പറയുന്നില്ല. കുറേ ആൾക്ക് അത് പ്രചോദനമാണല്ലേ. നമ്മൾ ആലോചിച്ച് ഒന്നിച്ച് എല്ലാവരും കൂടി ഒരു ശിവസഹസ്രനാമം ജപിക്കുന്നു. അത് വലിയ പ്രേരണ അല്ലേ. ഒറ്റയ്ക്ക് ഞാനിരുന്ന് ഇങ്ങനെ ജപിക്കും, എപ്പോഴത് തീരുക? അതുകൊണ്ട് സാധന അഭ്യാസം, അതെ, അതൊരു പ്രാഥമിക ഘട്ടത്തിൽ വളരെ ഗുണം ചെയ്യും. ഒത്തിരി ആളുകളെ ഇതിലേക്ക് യോജിപ്പിക്കാൻ പറ്റും. പക്ഷേ വളരെ യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടത്, അമ്മ ഭക്ഷണം കൊടുക്കുമ്പോൾ എല്ലാ മക്കൾക്കും തുല്യമായിട്ട് ഒരേ സമയത്ത് കിട്ടുന്ന ഒരു സംഗതി അല്ല ഇത് എന്ന് എല്ലാവരും തിരിച്ചറിയണം. ഓരോരുത്തർക്കും അവരവരുടെ വാസനാപ്രക്ഷയം എപ്പോഴാണോ സാധിക്കുന്നതിനനുസരിച്ചാണ്. പക്ഷേ ആർക്കും ഇത് ലഭിക്കായികയില്ല. എല്ലാവർക്കും ഈ ഒരു സന്തോഷം ലഭിക്കും. ഈ സുഖം എന്ന് പറയുന്നതിനൊരു സന്തോഷം നടത്താൻ മതി കേട്ടോ. ഒരു നല്ല ഹാപ്പിനെസ് പ്രോഗ്രാംസ് ഇല്ലേ, കേട്ടില്ലേ അതൊക്കെ? ശരി, എന്തായാലും എല്ലാവർക്കും പറയൂ. അങ്ങനെയല്ല. അതായത് എൻ്റെ സ്വരൂപത്തെ ഞാൻ റിയലൈസ് ചെയ്തു എന്നുള്ള ഒരാളിൽ പിന്നീട് അയാൾക്ക് ഒരു പണിയുള്ളൂ. അത് ബ്രഹ്മതത്വവും ആത്മതത്വവും രണ്ടല്ല എന്ന് ബോധിക്കാൻ വേണ്ടി. അത് നിധിധ്യാസനത്തിലൂടെയാണ് സാധിക്കുന്നത്. നിധ്യാസനം എന്ന് പറഞ്ഞാൽ ആത്മബ്രഹ്മൈക്യ തത്വത്തെ അനലൈസ് ചെയ്ത് മനസ്സിലാക്കുന്നതാണ് നിധ്യാസനം. അല്ലാതെ നമ്മൾ ആരെങ്കിലും ബ്രഹ്മത്തെ കണ്ടിട്ടുണ്ടോ? ആത്മസ്വരൂപത്തെ റിയലൈസ് ചെയ്യാനേ നമുക്ക് സാധിക്കൂ അല്ലേ? ബ്രഹ്മത്തെ ആരെയും കാണുമോ? ബ്രഹ്മതത്വത്തെ എങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നത്? ശാസ്ത്രത്തിലൂടെ മാത്രം. വേദാന്ത ശാസ്ത്രത്തിലൂടെ മാത്രമാണ് ബ്രഹ്മതത്വത്തെ മനസ്സിലാക്കുന്നത്. എന്താണ് ബ്രഹ്മതത്വത്തെ മനസ്സിലാക്കുന്നത്? സച്ചിദാനന്ദം ബ്രഹ്മ. എവിടെ പറഞ്ഞു? ഉപനിഷത്ത് പ്രമാണാനി വാക്യാനി ഉപയുജ്യൈവ ബ്രഹ്മതത്വം സാക്ഷാത്ക്രിയത്തെ. തത്തോപരി എന്ത് സംഭവിക്കുന്നു? ബ്രഹ്മതത്വം സച്ചിദാനന്ദമാണ്, എൻ്റെ സ്വരൂപം സച്ചിദാനന്ദമാണ് എന്ന് എനിക്ക് റിയലൈസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ യോജിപ്പാണ് വേദാന്തത്തിൻ്റെ പരമാവധി. രണ്ടില്ല സച്ചിദാനന്ദം. അതാണ് അഖണ്ഡ ബ്രഹ്മാനുഭൂതി. അതിന് വേണ്ടി ഒരു വൃത്തി ജ്ഞാനം ജനിക്കേണ്ടതുണ്ട്. ആ വിഷയമെല്ലാം നിങ്ങളിവിടെ പിന്നെ ചർച്ച ചെയ്യൂ. കൂടുതൽ ചർച്ചകൾക്ക് കാരണമാവട്ടെ. അമ്മ എന്തോന്ന് പറഞ്ഞല്ലോ. അവ്യക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂലപ്രകൃതി സൂക്ഷ്മമാണ്. പ്രകൃതിയുടെ സൂക്ഷ്മഭാവം. മഹത്തത്വം എന്ന് പറഞ്ഞാൽ ബുദ്ധി, മഹാൻ, ഈ പ്രപഞ്ചത്തോളം വ്യാപൃതമായിരിക്കുന്ന ബുദ്ധിക്കാണ് മഹത്തത്വം എന്ന് പറയുന്നത്. അഹങ്കാരം എന്ന് പറയുന്നത് ഞാനല്ലാത്തതിൽ ഞാനെന്ന് വിരാജിക്കുന്ന രീതി. തന്മാത്രകൾ എന്ന് പറഞ്ഞാൽ ആകാശം, വായു, ഇങ്ങനെ തുടങ്ങി അഗ്നി, ജലം, ഭൂമി, ഇതൊക്കെ പറയുന്ന പഞ്ചതന്മാത്രകൾ, ഇവരുടെ സൂക്ഷ്മരൂപം. ഈ ഘടനയാണ്, ഈ ഘടനയിൽ നിന്നാണ് മനസ്സുണ്ടാവുന്നത് എന്നുള്ളത് കൊണ്ട് മനസ്സ് ഈ ഘടനയിലേക്കാണ് പ്രവർത്തിക്കുന്നത് എന്ന് കുറച്ചും കൂടെ അത് ഒന്ന് വിചാരം ചെയ്താൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഓക്കെ,
അപ്പോൾ സംഗ്രഹിച്ച് പറയാൻ വേണ്ടിയിട്ട് ഈ 8 രീതിയിലാണ് മനസ്സ് പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നു. ഓക്കെ, ശരി, എന്നാൽ ഉപസംഹരിക്കാം. എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒന്നും കുഴപ്പമല്ല, എനിക്ക് ആ വിഷയത്തിൽ ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണെന്ന് മാത്രം പറയുന്നു. തമാശയല്ല, സത്യമായിട്ട് പറഞ്ഞതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൂടെ കൃത്യതയും വ്യക്തതയുമാണ് അതിന് കാരണം ഞാനല്ല, ഗുരുനാഥന്മാരാണ്. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.